നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, ഒരു ഭീകരാക്രമണത്തിൻ്റെ കശ്മീരിലെ ഒരു ഭീകരാക്രമണത്തിൻ്റെ നിഴലിൽ നിന്ന് രാജ്യം ഇതുവരെ മുക്തമായിട്ടില്ല. ഇതിന് കാരണക്കാരായ പാകിസ്ഥാനെതിരെ അതിശക്തമായ നടപടികൾ ഇതിനകം ഇന്ത്യ സ്വീകരിച്ചു കഴിഞ്ഞു. സിന്ധു നദീജല കരാർ റദ്ദാക്കുന്ന അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര മന്ത്രിസഭ എത്തിയ പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. ഇന്നലെ ഇക്കാര്യം ഔദ്യോഗികമായി പാകിസ്ഥാനെ ഇന്ത്യ അറിയിക്കുകയും ചെയ്തു. ലോകബാങ്കിനെയും അറിയിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഒരുപക്ഷെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന നിലയിൽ പാകിസ്ഥാന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായി കൂടി ഇതിനെ നയതന്ത്ര വിദഗ്ധർ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ സിന്ധു നദിയിലെ ജലം കൊണ്ട് കഴിയുന്ന കാർഷിക മേഖലയുടെ ഒരു പച്ചപ്പാകെ ഉള്ള ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ഇതുകൊണ്ടാണ് അവിടുത്തെ വലിയ വിഭാഗം ആളുകൾ കഴിയുന്നത്. ഇത് ഇല്ലാതാക്കുന്നതിലൂടെ തീർച്ചയായും പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക്, പാകിസ്ഥാൻ പറയുന്നത് പോലെ ഒരു ജലയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന ഒരു പശ്ചാത്തലം ചേർത്ത് വെക്കണം. ഇതിനിടെ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സ്ഫോടനത്തിൽ 10 പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പാകിസ്ഥാനിലെ ഈ ബലൂചിസ്ഥാൻ ഭാഗം നമുക്കറിയാം, ഏതാണ്ട് 40% പ്രദേശവും ബലൂചിസ്ഥാൻ ആണ് പാകിസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണത്. ക്വറ്റയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന അവിടുത്തെ വിഘടനവാദികളായ സംഘടന ഏറ്റെടുത്തു എന്ന പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, ഈ ഭീകരാക്രമണം, കശ്മീരിൽ നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം 2 ദിവസം മാത്രം പിന്നിടുമ്പോഴാണ് വീണ്ടും അരക്ഷിതാവസ്ഥയിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നത്. അതൊരു കൃത്യമായ സൂചനയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എപ്പോഴാണ് ഈ ആക്രമണം സംഭവിച്ചത്? രഞ്ജിത്ത്, ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റയിലാണ് ഇന്നലെ വൈകിട്ടാണ് ഈ ആക്രമണം നടക്കുന്നത്. അതായത് സൈനിക വാഹനം റിമോട്ട് കൺട്രോൾ ഘടിപ്പിച്ച IED ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു ബലൂച്ച് ലിബറേഷൻ ആർമി. കാരണം ഈ സംഭവത്തിൽ അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, പാകിസ്ഥാനെതിരായ പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് 10 പേരാണ്. ഈ 10 പേരും കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BLA അവരുടെ ഉത്തരവാദിത്തം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു വാർത്താക്കുറിപ്പും അവർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലാണ് ഇക്കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. അതായത് 10 പാകിസ്ഥാനി സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് BLA ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. അതിലാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാനെതിരെ, പാക് സൈന്യത്തിനെതിരായ പോരാട്ടം ഇനിയും തുടരും എന്ന് അവർ ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറെ നാളായി ബലൂചിസ്ഥാൻ, വർഷങ്ങളോളം പഴക്കമുണ്ട് അവരുടെ സമരത്തിനും പോരാട്ടത്തിനും ഒക്കെ തന്നെ. അപ്പോൾ പാകിസ്ഥാനുമായി ഒട്ടും യോജിപ്പിലല്ല ബലൂചിസ്ഥാൻ. മാത്രവുമല്ല, സ്വതന്ത്ര രാജ്യം എന്നൊരു ആവശ്യം അവർ കാലങ്ങളായി ഉന്നയിക്കുകയും ചെയ്യുന്നതാണ്. ഈ സംഭവം ഏതായാലും കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് തന്നെ സമാനമായ രീതിയിൽ സുരക്ഷാ വാഹനത്തിന് നേരെ ആക്രമണം നടന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ബലൂചിസ്ഥാൻ തന്നെ കാലാട്ട് ജില്ലയിലാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത്. അന്ന് ബോംബേറിലാണ് സമാനമായ രീതിയിൽ വാഹനം തകർന്നത്. അന്ന് 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 10 സൈനികർക്ക് നേരെ ആക്രമണം നടക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ മറ്റൊരു ആക്രമണം കൂടി ഈ ബലൂചിസ്ഥാനിൽ നടന്നിരുന്നു. 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അതിന് തൊട്ടു പിന്നാലെ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഏതായാലും തുടർച്ചയായി ആക്രമണങ്ങൾ ബലൂചിസ്ഥാനിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, വലിയ രീതിയിൽ അരക്ഷിതാവസ്ഥയിലേക്ക് ബലൂചിസ്ഥാൻ മേഖല അടക്കം കടക്കുകയാണ്. പാക് സൈന്യത്തിനെതിരെ BLA അവരുടെ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ കൂടി ഈ ഘട്ടം കടന്നു പോകുന്നു. രഞ്ജിത്ത്, ബലൂചിസ്ഥാനിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു, 10 പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. പാകിസ്ഥാനിൽ അരക്ഷിതാവസ്ഥ തുടരുകയാണ്. തീർച്ചയായും നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ജമ്മു കശ്മീർ ആക്രമണത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും ആ രാജ്യം എന്ന തരത്തിലാണ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ പ്രാഥമിക ഘട്ടം. രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി പ്രാദേശിക വാർത്തകളുടെ പ്രത്യേക സെഗ്മെന്റാണ് നാട്ടിൽ എന്തുണ്ട്. പശ്ചിമഘട്ട മലനിരകളിലെ വളരെ പ്രധാനപ്പെട്ട കൗതുകകരമായ ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചയാണ് വരയാടുകളുടെ കാഴ്ച. ഈ വരയാടുകൾ ഇടയ്ക്കിടയ്ക്ക് സെൻസസ് നടത്താറുണ്ട്. അവരുടെ എണ്ണമൊക്കെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ചില വിലയിരുത്തലുകളും മറ്റുമുണ്ട്. ഇപ്പോൾ ഉള്ള ഏറ്റവും പുതിയ വാർത്ത പശ്ചിമഘട്ട മലനിരയിലെ വരയാടുകളുടെ സെൻസസിന് തുടക്കമായി എന്നുള്ളതാണ്. കേരളവും തമിഴ്നാടും സംയുക്തമായാണ് കണക്കെടുപ്പ് നടത്തുന്നത്. 4 ദിവസം കൊണ്ട് സെൻസസ് പൂർത്തിയാക്കും.
വരയാടുകളുടെ പ്രധാന ആവാസ മേഖലയാണ് ഇരവികുളം ദേശീയ ഉദ്യാനം. ഇവിടെ ഉൾപ്പെടെ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള വരയാടുകളുടെ മുഴുവൻ ആവാസ മേഖലകളിലുമാണ് കണക്കെടുപ്പ്. ഒരേ സമയം സെൻസസ് പൂർത്തിയാക്കാനുമാണ് ലക്ഷ്യം. ഇവയുടെ എണ്ണം തിട്ടപ്പെടുത്തുക വഴി വരയാടുകളുടെ സുരക്ഷയും നിലനിൽപ്പും മെച്ചപ്പെട്ട പരിപാലനത്തിലൂടെ ഉറപ്പാക്കാനാകും. ഉയരം കൂടിയ പർവ്വത മേഖലകളിലെ സുസ്ഥിരവും ആരോഗ്യകരവുമായ ആവാസ വ്യവസ്ഥയുടെ അടയാളമാണ് വംശനാശം നേരിടുന്ന വരയാടുകൾ എന്നതിനാൽ അവയുടെ ശാസ്ത്രീയമായ കണക്കെടുപ്പും സംരക്ഷണവും കേരളത്തിന്റെ സവിശേഷമായ കാലാവസ്ഥയുടെയും പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളുടെയും പരിസ്ഥിതി സന്തുലനത്തിന്റെയും സംരക്ഷണം കൂടിയാണ്. കേരളത്തിൽ 89 സെൻസസ് ബ്ലോക്കുകളും തമിഴ്നാട്ടിൽ 176 സെൻസസ് ബ്ലോക്കുകളുമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വന്യജീവി കണക്കെടുപ്പ് പ്രാവീണ്യമുള്ള വോളണ്ടിയർമാരും ഉൾപ്പെടെ 1300ഓളം പേരാണ് സെൻസസ് ടീമിലുള്ളത്. ഇവരെ വിവിധ ടീമുകളായി തിരിച്ച് വിവിധ ബ്ലോക്കുകളിൽ ക്യാമ്പ് ചെയ്താണ് കണക്കെടുപ്പ് നടത്തുന്നത്. ക്യാമറ ട്രാപ്പുകളും സെൻസസിനായി ഉപയോഗിക്കും. ലോകത്ത് 2000 താഴെ ഉള്ളൂ. അതിൽ തന്നെ നല്ലൊരു പോപ്പുലേഷൻ നമുക്ക് കേരളത്തിലുണ്ട്. അപ്പോൾ ഇരവികുളത്ത് മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗത്തും ചെറിയ ചെറിയ കൂട്ടങ്ങളുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. 2015-16 കാലഘട്ടത്തിൽ ഒരു ശ്രമം നടത്തിയതാണ്. അപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇതിന്റെ ആവാസ വ്യവസ്ഥയുടെ അവസ്ഥ, എവിടെയാണ് കാണപ്പെടുന്നത്, എന്തൊക്കെയുണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്നൊന്ന് കണ്ടുപിടിക്കുക. കാരണം നമ്മുടെ മാറി വരുന്ന സാഹചര്യങ്ങളുടെ, കാലാവസ്ഥയുടെ ഒക്കെ ഒരു സൂചകങ്ങളുടെ കൂടിയാണ് ഈ സ്പീഷീസ്. പശ്ചിമഘട്ടത്തിന് പുറമെ ഹിമാലയത്തിലും അറേബ്യൻ മേഖലയിലുമാണ് നീലഗിരി താർ എന്ന വരയാടുകൾ കാണപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ഇവ ഏറ്റവും അധികം കാണപ്പെടുന്ന മേഖലയാണ് മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്ക്. ന്യൂസ് 18 ഇടുക്കി. നമുക്ക് ഇനി തിരുവനന്തപുരം ചിറയൻകീഴിലേക്ക് ഒന്ന് പോകണം. അവിടെ മുടപുരം പാടശേഖരത്തിൽ വീണ്ടും കൃഷി ഇറക്കാൻ ഒരുക്കം തുടങ്ങി. കർഷകരും നെല്ലുൽപാദക സമിതിയും ഭൂമി കൃഷിയോഗ്യമാക്കി തുടങ്ങി. 100 മേനി കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. തിരുവനന്തപുരത്തെ വലിയ പാടശേഖരങ്ങളിൽ ഒന്നാണ് കിഴുവിലത്തെ വലിയ ഏലപ്പാടശേഖരം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് 60 ഹെക്ടർ ഉണ്ടായിരുന്ന പാടശേഖരം ഇപ്പോൾ 40 ഹെക്ടറായി ചുരുങ്ങി. നെൽകൃഷി ലാഭകരമല്ലെന്ന കാരണത്താൽ പല കർഷകരും കൃഷി നിർത്തുകയും തുടർന്ന് നിലം നികത്തുകയും ചെയ്തു. ഇന്ന് 40 ഹെക്ടർ ഉണ്ടെങ്കിലും 20 ഹെക്ടറിലെ കൃഷി ചെയ്യുന്നുള്ളൂ. മുൻപ് വർഷത്തിൽ 3 തവണ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നീ കൃഷി ഇറക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 തവണയെ കൃഷി ചെയ്യുന്നുള്ളൂ. ബാക്കി ഭാഗം വർഷങ്ങളായി തരിശായി കിടക്കുകയാണ്. ഇവിടെ 100 മേനി വിളവെടുക്കാമെന്ന ലക്ഷ്യമിട്ടാണ് കൃഷി. ഇതിപ്പോൾ സപ്ലൈകോ വരുന്നത് കൊണ്ട് അവർ നെല്ല് ബൾക്കായിട്ട് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കർഷകരെങ്കിലും ഇപ്പോഴും കൃഷി ചെയ്ത് വരുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് കർഷകരുടെ ഭാഗത്തു നിന്ന് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു പാട്ടത്തിന് കൊടുക്കാനുള്ള തീരുമാനം തന്നെ എടുത്തത്. അതല്ല, നമ്മളിപ്പോൾ മൊത്തം കൃഷി ചെയ്യാൻ ഇവിടെയുള്ള കർഷകർ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് പോകും. അതിന് യാതൊരു സംശയമില്ല. പിന്നെ ഇതിൻ്റെ സബ്സിഡി ഒക്കെ നമുക്ക് സർക്കാർ യഥാസമയത്ത് ചേരുന്നുണ്ട്. തരിശായി കിടക്കുന്ന ഭാഗം പാട്ടവ്യവസ്ഥയിൽ നെൽകൃഷിക്ക് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നെല്ലുൽപാദക സമിതി. പാടത്തിന് നടുവിലൂടെ ഒഴുകുന്ന വലിയ തോടും അനുബന്ധമായുള്ള ഇടത്തോടുകളും കൃഷിക്ക് ജലസേചന സൗകര്യം ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ തോടിന്റെ സംരക്ഷണ ഭിത്തി പലയിടത്തും തകർന്നതിനാൽ പഴയ പോലെ ജലസേചന സൗകര്യം ലഭിക്കുന്നില്ലെന്നും കർഷകർ പരാതിപ്പെടുന്നുണ്ട്. ന്യൂസ് 18 ചിറയൻകീഴ്. ഇപ്പോൾ അവധിക്കാലമായപ്പോൾ പല സ്ഥലങ്ങളിലും ഈ നീന്തൽ പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ്. പല ക്ലബ്ബുകളുടെയും സംഘടനകളുടെയൊക്കെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെയായി നീന്തൽ പരിശീലനം നൽകാറുണ്ട്. കൃത്രിമമായ കുളങ്ങളുമൊക്കെ സൃഷ്ടിച്ചാണ്. ഇങ്ങനെ പാലക്കാട് കപ്പൂരിലും സമാനമായി നീന്തൽ പരിശീലനം നടക്കുകയാണ്. ഇതിൻ്റെ ആഹ്ലാദത്തിലാണ് കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ. കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ട്രോമ കെയറിൻ്റെ സഹകരണത്തോടെയായിരുന്നു നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജലാശയങ്ങളിലെ അപകട മരണങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗജന്യ നീന്തൽ പരിശീലനം കപ്പൂർ ജനത ഗ്രന്ഥശാല മുന്നോട്ട് വച്ചത്. ട്രോമ കെയറിലെ വിദഗ്ധർ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകി. 55 കുട്ടികൾ ആദ്യഘട്ട പരിശീലനത്തിൽ പങ്കെടുത്തു. വെള്ളക്കെട്ടിലേക്ക് അതുപോലെ കുളങ്ങളിലേക്കൊക്കെ വീണിട്ട് അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക് എല്ലാം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള പരിശീലന ക്യാമ്പുകൾ നടത്തുന്നത്
വളരെയധികം എന്താ പറയുക പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ജനത ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലുള്ള അവധിക്കാലത്തെ നീന്തൽ പരിശീലനം ഏറെ ഉപകാരപ്രദമെന്ന് കുട്ടികളും രക്ഷിതാക്കളും പറഞ്ഞു. ട്രോമ കെയർ യൂണിറ്റിന് രക്ഷാപ്രവർത്തനങ്ങൾക്കും നീന്തൽ പരിശീലനത്തിനും ആവശ്യമായ ട്യൂബുകളും ജനത ഗ്രന്ഥശാല പ്രവർത്തകർ കൈമാറി. പ്രധാനമായും കുട്ടികൾക്ക് നീന്തൽ അറിയാത്തതാണ് മുങ്ങിമരണങ്ങൾ വർദ്ധിക്കാൻ കാരണം. ഈ സാഹചര്യത്തിലാണ് കപൂർ ജനത ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ നീന്തൽ പരിശീലനം ആരംഭിച്ചത്. പരിശീലനം നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും കൈമാറി. ന്യൂസ് 18 പട്ടാമ്പി. വേനലവധിക്കാലത്ത് കുട്ടികൾക്ക് വോളിബോൾ പരിശീലനം നൽകുകയാണ് പാലക്കാട് കുമരനെല്ലൂർ ടൗൺ വോളിബോൾ ഗ്രൂപ്പ്. 25 പേർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. കുട്ടികളിലെ കായികക്ഷമത കൂട്ടാനും ഉത്സാഹഭരിതരാക്കാനുമാണ് ലക്ഷ്യം. വേനലവധിയായതോടെ കുട്ടികൾ പരിശീലനത്തിൽ സജീവമായി. കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് പരിശീലനം. ഈ കായിക മത്സരങ്ങളും ഈ കായിക ക്യാമ്പുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ പഠനത്തിനും അതുപോലെ തന്നെ കായികക്ഷമത വളർത്താനും നിങ്ങളുടെ ജോലിക്കും നിങ്ങളുടെ ഭാവിക്കുമൊക്കെ ഗുണകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ടൗൺ ടീമിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. 25ഓളം കുട്ടികൾക്കാണ് സൗജന്യ വോളിബോൾ പരിശീലനം നൽകുന്നത്. കായികാധ്യാപനം വോളിബോൾ കോച്ചുമായ റോഷനാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ആദ്യമായാണ് കുമരനെല്ലൂർ ടൗൺ വോളിബോൾ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സൗജന്യ പരിശീലനം നൽകുന്നത്. ന്യൂസ് 18 പാലക്കാട്. എൻ്റെ കേരളം സർക്കാർ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി കാസർഗോഡ് കാലിക്കടവിൽ അരങ്ങേറിയ ദുര്യോധനവധം കഥകളി വേറിട്ട അനുഭവമായി. കലാമണ്ഡലം സ്വരചന്തും സംഘവുമാണ് കഥകളി അവതരിപ്പിച്ചത്. മഹാഭാരതത്തെ ആസ്പദമാക്കിയുള്ള ദുര്യോധനവധം കഥകളിയാണ് കലാമണ്ഡലം സ്വരചന്തും സംഘവും അവതരിപ്പിച്ചത്. കൗരവ സദസ്സിൽ വെച്ചുള്ള ചൂതുകളി, പാഞ്ചാലി വസ്ത്രാക്ഷേപം, ദൂത്, ദുശാസനവധം എന്നീ രംഗങ്ങളാണ് അവതരിപ്പിച്ചത്. ദുര്യോധൻ ചൂത് കളിക്കാനായി പാണ്ഡവരെ ക്ഷണിച്ചു വരുത്തുന്നതും ശകുനിയുമായി ചൂത് കളിക്കുന്ന ധർമ്മപുത്രന് രാജ്യവും ധനവും നഷ്ടമാകുന്നതുമെല്ലാം മനോഹരമായി അവതരിപ്പിച്ചു. പാഞ്ചാലി വസ്ത്രാക്ഷേപവും രൗദ്രഭീമനാൽ ദുശാസനും ദുര്യോധനും വധിക്കപ്പെടുന്നതുൾപ്പെടെയുള്ള കഥാസന്ദർഭങ്ങളാണ് 3.5 മണിക്കൂർ കഥകളിൽ അവതരിപ്പിച്ചത്. ഭീമനായി വേഷപ്പെട്ട ഉദിനോർ സ്വദേശി സ്വരചന്ദ് വേദിയിൽ നിറഞ്ഞാടി. ധർമ്മപുത്രരായി കലാമണ്ഡലം അക്ഷയും പാഞ്ചാലിയുമായി മീരയും വേഷമിട്ടു. ദുര്യോധനായി കലാമണ്ഡലം അജീഷ്, ദുശാസനായി കലാമണ്ഡലം സായി കാർത്തിക്, ശകുനിയായി കലാമണ്ഡലം സായന്ത്, ശ്രീകൃഷ്ണനായി കലാമണ്ഡലം ഗിരീഷ് എന്നിവർ വേഷമിട്ടു. കലാമണ്ഡലം സാരംഗ് പാട്ടുപാടി കഥകളിക്ക് കഥാപശ്ചാത്തലമൊരുക്കി. ന്യൂസ് 18 കാസർഗോഡ്. മാറുന്ന വികസന കേരളത്തിന്റെ അടയാളമാവുകയാണ് ദേശീയപാത 66. ഒരു കാലത്ത് മലബാറിലേക്കുള്ള കവാടമായിരുന്ന കുറ്റിപ്പുറം പാലത്തിന്റെ പ്രസക്തി മാറിയ കാലത്തും നഷ്ടമായിട്ടില്ല. പഴയ പാലത്തിനപ്പുറം 2 പാലങ്ങളായിട്ടാണ് 6 വരി പാത നിർമ്മിച്ചിട്ടുള്ളത്. ഭാരതപ്പുഴയും അതിന് മുകളിലൂടെ നിർമ്മിച്ച കുറ്റിപ്പുറം പാലവും സാംസ്കാരിക കേരളത്തിന് ഗ്രഹാതുരത്വം നിറഞ്ഞ ഒന്നുകൂടിയാണ്. കാലത്തിന് അനുയോജ്യമായ വികസനത്തിന് ഒപ്പം നിൽക്കേണ്ടത് മാറ്റത്തിന്റെ അനിവാര്യതയാണ്. കുറ്റിപ്പുറം പാലത്തിന് സമാന്തരമായി NH66 വികസനങ്ങൾക്കൊപ്പം പുതിയ പാലം വന്നു. ഏതാനും ദിവസങ്ങൾക്കകം അത് ഗതാഗത യോഗ്യവുമാകും. പക്ഷെ അപ്പോഴും കുറ്റിപ്പുറം പാലം എന്ന ഗൃഹാതുരത അത് മലയാളിയുടെ, പ്രത്യേകിച്ച് മലബാറിൻ്റെ വികസനത്തിലും വളർച്ചയിലും നൽകിയ പങ്ക് നിസ്തുലമായിട്ട് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 23ഓളം ലക്ഷം ഇപ്പോൾ ചെലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ അഭിമാനപൂർവം ഞാൻ ഏറി നിൽപ്പാണ്. അടിയിലെ ശോഷിച്ച പേരാർ നോക്കി. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കുറ്റിപ്പുറം പാലം എന്ന കവിത ഒരു കാലഘട്ടത്തെ മാത്രമല്ല അടയാളപ്പെടുത്തിയത്.
മാറിവരുന്ന കാലാന്തരങ്ങളെ കൂടിയായിരുന്നു. 1953 കൊച്ചി തിരുവിതാംകൂർ മേഖലകളെ മലബാറുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കുറ്റിപ്പുറം പാലം മദ്രാസ് സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. അതിന്റെ ചരിത്രം ആലങ്കോട് ലീലാകൃഷ്ണൻ ഇങ്ങനെ വിവരിക്കുന്നു. കുറ്റിപ്പുറം പാലം ഒരു വലിയ നാഗരിക വികാസത്തിൻ്റെ പ്രതീകമാണ്. 52-53 കാലത്താണ് കോഴിപ്പുറത്ത് മാധവമേനോൻ മദ്രാസ് സംസ്ഥാനത്തിൽ മലബാർ മന്ത്രിയായിരുന്ന കാലത്താണ്. അന്ന് മലബാർ മദിരാശി സംസ്ഥാനത്തിലാണ്. മലബാറിനൊരു മന്ത്രിയുണ്ട്. കോഴിപ്പുറത്ത് മാധവമേനോനായിരുന്നു മലബാർ മന്ത്രി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് ആനക്കര വടക്കത്താണ്. അക്കാലത്ത് കോഴിപ്പുറത്ത് മാധവമേനോൻ മുൻകൈയെടുത്ത് ഈ പാലമുണ്ടാക്കിയപ്പോൾ അക്കാലത്തുണ്ടായിരുന്ന ഒരു ആക്ഷേപം ഇത് സംബന്ധപ്പാലമാണെന്നാണ്. കോഴിക്കോട്ട് നിന്ന് ആനക്കരയ്ക്ക് സംബന്ധത്തിന് പോകാൻ മേനോൻ ഉണ്ടാക്കിയ പാലമാണെന്ന് ആക്ഷേപിച്ച ആളുകളുണ്ട്. കുറ്റിപ്പുറം പാലം എന്ന പേരിൽ ഇടശ്ശേരി എഴുതിയ കവിത കാലാതിവർത്തിയാകുന്നത് കാവ്യഭംഗി കൊണ്ട് മാത്രമല്ല, ആശയസമ്പുഷ്ടത കൊണ്ടും കവിയുടെ ദീർഘവീക്ഷണം കൊണ്ടുമാണ്. മല്ലൂർ കയം ഇനി ചൊല്ലു മാത്രം. അന്ന് അവിടെ മല്ലൂർ കയം എന്നൊരു വലിയ കയം ഉണ്ടായിരുന്നു. ആ കയം ഒരു ചൊല്ലായി മാറും. സത്യത്തിൽ ഇപ്പോൾ മല്ലൂർ കയം ഒരു ചൊല്ല് മാത്രമാണ്. മല്ലൂര തേവർ, മല്ലൂര ക്ഷേത്രം, ആ തേവർ തെരുവ് ദൈവമായി മാറും. വാസ്തവത്തിൽ ഇപ്പോൾ അതങ്ങനെയായി. ശാന്തഗംഭീരമായി പൊങ്ങി നിൽക്കുന്ന അന്തിമഹാകാളൻ കുന്ന, പാലത്തിന് നേരെ എതിർവശത്തുള്ള കുന്ന് ജൃംഭിത യന്ത്രക്കിടാവെറിയും പമ്പരം പോലെ കറങ്ങി നിൽക്കും. അന്ന് JCB കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. JCBയെക്കുറിച്ചുള്ള ആലോചന പോലും ശാസ്ത്രത്തിൻ്റെയോ ടെക്നോളജിയുടെയോ രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ജൃംഭിതനായ തല ഉയർത്തി നിൽക്കുന്ന ഒരു യന്ത്രക്കിടാവ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പമ്പരം പോലെ കുന്നിനെടുത്ത് കൊണ്ടുപോകും. ഇപ്പോഴും ആ കുന്നിനെ മാന്തി പൂർത്തിയായിട്ടില്ല. 6 വരിപ്പാതയായി വളർന്ന പുതിയ കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിലൂടെ പാഞ്ഞു പോകുമ്പോൾ ഒരുപക്ഷെ ഇനി ഭാരതപ്പുഴയെ കാണാനാകണമെന്നില്ല. പഴയ പാലം നിലനിർത്തിക്കൊണ്ടാണ് നിർമ്മാണമെങ്കിലും ക്രമേണ എല്ലാ ചരിത്രവും മറവിയുടെ മണൽപ്പരപ്പിലേക്ക് ആണ്ടുപോയേക്കാം. നാടിന്റെ അടയാളങ്ങളായിരുന്ന കാഴ്ചകളെ മായ്ച്ചു കളഞ്ഞ് വികസനം ഒരു യാകാശം പോലെ കടന്നു വരികയാണ്. അനിവാര്യമായ ഈ വികസനത്തെ എതിരേൽക്കുക തന്നെ വേണം. പക്ഷേ പുതിയ കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിൽ നിൽക്കുമ്പോഴും പ്രസക്തമാകുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ പണ്ടെഴുതിയ ആ വരികളാണ്. അമ്പ പേരാറേ നീ മാറിപ്പോമോ ആകുലയാമോരഴുക്കുചാലായി. മാറ്റങ്ങൾക്കൊപ്പം പ്രകൃതിയെ കൂടി ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകണം. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പട്ടാമ്പിയിൽ ഫയർഫോഴ്സിന് സ്വന്തമായി ഓഫീസ് കെട്ടിടമൊരുങ്ങുന്നു. 3 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. കെട്ടിടത്തിനായി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വിട്ടുനൽകി. പട്ടാമ്പി തൃത്താല മേഖലകളിൽ തീപിടുത്തമോ മറ്റത്യാഹിതങ്ങളോ ഉണ്ടായാൽ 20 കിലോമീറ്റർ അകലെയുള്ള ഷൊർണൂരിൽ നിന്നോ പെരിന്തൽമണ്ണ, കുന്നംകുളം, വളാഞ്ചേരി ഭാഗങ്ങളിൽ നിന്നോ വേണം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്താൻ. അതിനാൽ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് പട്ടാമ്പിയിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. വാടക കെട്ടിടങ്ങൾ മാറി മാറി പ്രവർത്തിക്കുന്നതിനാൽ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം പലപ്പോഴും പ്രയാസമുണ്ടാക്കിയിരുന്നു. ഫയർ സ്റ്റേഷൻ അനുവദിച്ചപ്പോൾ തന്നെ 3 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. എന്നാൽ സ്ഥലം ലഭ്യമാകാതിരുന്നത് തടസ്സമുണ്ടാക്കി. തുടർന്നാണ് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ മത്സ്യ മാർക്കറ്റിലെ സ്ഥലം വിട്ടു നൽകിയത്. ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭ്യമായി ടെൻഡർ നടപടി പൂർത്തിയായതോടെയാണ് പ്രവർത്തികൾ ആരംഭിക്കുന്നത്. പട്ടാമ്പി ഫയർ സ്റ്റേഷന്റെ പുതിയ കെട്ടിടം, പഴയ നമ്മുടെ ഫിഷ് മാർക്കറ്റ് ഉണ്ട് പട്ടാമ്പി, അത് മുനിസിപ്പാലിറ്റി ആ സ്ഥലം വിട്ടു തന്നു. അവിടെ ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഫയർ സ്റ്റേഷന്റെ കെട്ടിടം ആരംഭിക്കുകയാണ്. ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. മെയ് 2nd വീക്കോടുകൂടി അതിന്റെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ പട്ടാമ്പി നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ കൊടല്ലൂരിൽ വാടക കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പരിമിതികൾക്കിടയിലാണ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും കഴിയുന്നത്. പുതിയ ഫയർ സ്റ്റേഷൻ കെട്ടിടം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ഇതോടെ നിലവിൽ സേന നേരിടുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമാകും. ന്യൂസ് 18 പാലക്കാട്. KSRTCക്ക് മികച്ച വരുമാനം ലഭിച്ചിരുന്ന കട്ടപ്പന കമ്പം സർവീസ് മുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. അറ്റകുറ്റപ്പണികൾക്കായാണ് വാഹനം മാറ്റിയത്. അന്തർ സംസ്ഥാന പെർമിറ്റുള്ള പകരം ബസ് ഇല്ലാത്തതാണ് സർവീസ് നടത്തുന്നതിന് തടസ്സമെന്നാണ് അധികൃതർ പറയുന്നത്. ഇടുക്കിയിലെ KSRTC സർവീസുകളിൽ നല്ല വരുമാനമുള്ളതാണ് കട്ടപ്പന ഡിപ്പോയിൽ നിന്നുള്ള കമ്പം അന്തർ സംസ്ഥാന സർവീസ്. ദിവസവും ശരാശരി 15,000 രൂപ മുതൽ 20,000 വരെ വരുമാനവും ലഭിച്ചിരുന്നു. ആഴ്ചകളായി ഈ സർവീസ് മുടങ്ങിയിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾക്കായി ബസ് വർക്ക്ഷോപ്പിൽ കയറ്റിയതിനാലാണ് സർവീസ് മുടങ്ങിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. അന്തർ സംസ്ഥാന പെർമിറ്റുള്ള ബസ് മറ്റൊന്നില്ലാത്തതിനാലാണ് സർവീസ് നിലച്ചതെന്നും KSRTC അധികൃതർ പറയുന്നു.
കുമളിയിൽ നിന്നുള്ള ബസ് എത്തിച്ച് സർവീസ് നടത്തുവാൻ ശ്രമിച്ചെങ്കിലും ഇതും ആദ്യ സർവീസിൽ തന്നെ തകരാറിലായി. സർവീസ് നിലച്ചതോടെ തമിഴ് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകളാണ് യാത്രാ ദുരിതം അനുഭവിക്കുന്നത്. അന്തർ സംസ്ഥാന സർവീസ് പെർമിറ്റുള്ള കൂടുതൽ ബസ് കട്ടപ്പന ഡിപ്പോയിലേക്ക് അനുവദിക്കണമെന്നും യാത്രാക്ലേശം പരിഹരിക്കണമെന്നും ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗപരിമിതർക്ക് മുച്ചക്ര വാഹനം നൽകി. 7 പേർക്കാണ് സൈഡ് വീലോട് കൂടിയ സ്കൂട്ടർ നൽകിയത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. 10 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചെലവിട്ടത്. ജനറൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള 6 ആളുകൾക്കും SC വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്കും ഉൾപ്പെടെ 7 ആളുകൾക്കാണ് ഇപ്പോൾ ഈ വാഹനം നൽകുന്നത്. 9 പേർക്കാണ് നമ്മൾ ഈ ഒരു വർഷം പദ്ധതി. കൊല്ലത്ത് നിന്ന് നമുക്ക് മാതൃകാപരമായ ഒരു വാർത്തയിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ സാധാരണ വസ്തുക്കളുടെ പേരിൽ തമ്മിലടിച്ച് കോടതി കയറി ഇറങ്ങുന്ന ഒരു കാലമാണ്. നിരവധി കേസുകൾ, സിവിൽ കേസുകൾ പല കോടതികളിലും പെൻഡിംഗായി ഇപ്പോൾ നിൽപ്പുണ്ട്. പക്ഷേ അവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി സൗജന്യമായി വസ്തു വിട്ടു നൽകി വഴി ഒരുക്കി നൽകിയിരിക്കുകയാണ് കൊല്ലം പൂവറ്റൂർ ദേവിവിലാസം NSS കരയോഗം. നിരവധി പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടത്തേക്കുള്ള നടവഴിയാണ് NSS സ്കൂൾ മതിൽ പൊളിച്ചു നീക്കി 3 മീറ്റർ വീതിയിൽ സൗജന്യമായി നിർമ്മിച്ചു നൽകിയത്. കൊട്ടാരക്കരയിൽ നിന്ന് S വിനേഷിന്റെ റിപ്പോർട്ട് കാണാം. പൂവറ്റൂർ പടിഞ്ഞാറ് തുരുത്തിയിൽ മൂർത്തിക്കാവിന് പ്രദേശത്തുള്ള 16-ൽ പരം കുടുംബങ്ങളുടെ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു സഞ്ചാരയോഗ്യമായ ഒരു വഴി എന്നുള്ളത്. നമ്മളുള്ളത് അവിടെ തന്നെയാണ്. ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. നല്ല അടിപൊളിയായിട്ടൊരു വഴി. ഇത് ഇങ്ങനൊരു വഴി ഇവിടെ ഇല്ലായിരുന്നു. ശരിക്കും കാൽനടയായി മാത്രം നടന്നു പോകാവുന്നൊരു വഴിയായിരുന്നു. ഇപ്പോൾ ഏകദേശം 3 മീറ്റർ വീതിയിലാണ് ഇവിടെ വഴി അവർക്ക് കിട്ടിയിരിക്കുന്നത്. ദേവിവിലാസം NSS കരയോഗം ആണ് ഈ ഒരു വഴി അവർക്ക് സൗജന്യമായി വിട്ടു നൽകിയിരിക്കുന്നത്. ഒരു അസുഖം വന്നാലോ അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിനായിട്ടോ സാധനങ്ങൾ എത്തിക്കാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു മുൻപുണ്ടായിരുന്നത്. അല്ലേ ചേച്ചി? ഇപ്പോൾ ശരിക്കും ഈ പ്രദേശവാസികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇവർക്ക് വളരെ സന്തോഷമാണ്. കാരണം ഇവരുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. അല്ലേ ചേച്ചി? എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് കരയോഗക്കാരോട് നന്ദി മുമ്പേ പറയുമോ എന്ന് വെച്ചാൽ അവർ ഞങ്ങൾ ഇന്ന് അപേക്ഷ കൊടുത്തു. പറഞ്ഞു സെക്രട്ടറിയോട് പറഞ്ഞു. സെക്രട്ടറി പറഞ്ഞു കരയോഗത്തിൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വഴി കിട്ടി. വളരെ സന്തോഷമുള്ളൂ. അത്രയുള്ളൂ. നേരത്തെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരാൾ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങളായുള്ള അങ്ങനെ. പിന്നെ ഞങ്ങളിങ്ങനെ അതേ കൂടെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അതുവഴിയല്ല. ഈ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുവിടാൻ തന്നെ നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ട് ഒരാൾക്ക് മാത്രം പോകുന്നൊരു വഴിയായിരുന്നു. ഭയങ്കര പാടായിരുന്നു. എന്തായാലും ഫെഡറൽ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ വഴി കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരോടും കരവക്കാരോടും ബാക്കി അതിന് പുറകിൽ കുറേ പേരുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി. നമ്മുടെ ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ അവർ നമുക്ക് തരാനൊരു മനസ്സ് കാണിച്ചതിന് ആദ്യം തന്നെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം വളരെ സന്തോഷമാണ് ഇവർക്ക്. കാരണം ഇവർ പ്രതീക്ഷിച്ചിരുന്ന ഇങ്ങനെ ഒരു വഴി കിട്ടുമെന്ന്. 3 മീറ്റർ വഴിയാണ്. ഈ വന്ന കാലത്ത് ഒരു തുണ്ട് ഭൂമി പോലും ആരും വിട്ടു നൽകാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു 3 മീറ്റർ വഴി വിട്ടു നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമായി തന്നെ മാറുന്നു. NSS കരയോഗം സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും? ഇത് നമ്മൾ ഈ ഭാഗത്ത് ഒരു ഈ സ്കൂളിന് കരയോഗത്തിന് ഉടമസ്ഥയുള്ള സ്കൂളാണ് ഇപ്പോൾ ഒരു DVNSHS. ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഈ ഭാഗത്ത് മതിൽക്കെട്ടുണ്ടായിരുന്നു. ആ മതിൽക്കെട്ട് ഏകദേശം തകർന്നു വീഴുന്ന അവസ്ഥയിലായപ്പോൾ ആ മതിൽ പൊളിച്ചു മാറ്റുകയും ആ സമയങ്ങളിൽ ഇവിടുത്തെ പ്രാദേശിക നിവാസികൾ കരയോഗത്തിലേക്ക് ഒരു അപേക്ഷ നൽകി. അവർക്ക് ഒരു വഴി വീതി കൂട്ടിത്തരണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുണ്ട്. നമ്മൾ അത് കമ്മിറ്റികളിൽ വെച്ച് ചർച്ച ചെയ്ത് കമ്മിറ്റി അനുകൂല തീരുമാനം എടുക്കുകയും പക്ഷേ ആ തീരുമാനം അംഗീകാരത്തിന് വേണ്ടി നമ്മൾ പൊതുയോഗത്തിൽ സമർപ്പിച്ചു വിട്ടു. അങ്ങനെ നമ്മളൊരു വിശേഷ പൊതുയോഗം ഇവിടെ കൂടി ആ പൊതുയോഗത്തിൽ ഈ അജണ്ട വെച്ചു. അപ്പോൾ അങ്ങനെ വിശേഷ പൊതുയോഗം ഒന്നടങ്കം കൊടുക്കാൻ തീരുമാനിച്ചു. അവർക്ക് ആവശ്യാനുസരണം ഈ വഴി ഇപ്പോൾ നിൽക്കുന്നു പറയുന്നത് പൂവറ്റൂർ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ ഭാഗത്തോട്ട് ചെല്ലുന്ന വഴിയാണ്. അപ്പം അവിടെ നമ്മൾ ഈ പ്രദേശത്തെ പ്രാദേശിക പൊതുജനങ്ങൾക്കും പ്രദേശ നിവാസികൾക്കും ഹോസ്പിറ്റലിലൂടെ പോകാൻ വേണ്ടി സൗകര്യാർത്ഥമെന്ന് കണക്കൂട്ടി കരയോഗം ഏകദേശം ഒരു 4 സെൻറ്റ് വസ്തുവോളം കരയോഗം വിട്ടുകൊടുത്ത് ഈ വഴി കൊടുക്കുകയും അതിനുശേഷമാണ് ഇപ്പം പുതിയ മതിൽ നമ്മൾ കെട്ടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. മതിൽ കെട്ടുന്നത് നമ്മുടെ ചിലവിൽ തന്നെയാണ് തീരുമാനിക്കുന്നത്. എനിക്കേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ വഴിയുടെ കാര്യം. കാരണം ആ റോഡിൽ നിന്ന് നമ്മുടെ ഈ താഴോട്ടുള്ള ഈ വഴി മൂർത്തിക്കാവിൻ്റെ അവിടം വരെ എന്ന് പറയുമ്പോൾ നമുക്കൊരാൾക്ക് കഷ്ടിച്ച് നടന്നു വരാനുള്ള വഴിയേ ഉള്ളായിരുന്നു.
നമുക്ക് ഇവിടുന്ന് വരുമ്പോൾ ഇപ്പുറത്തുനിന്ന് ആരും വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു ഭയപ്പാടോടുകൂടിയായിരുന്നു. അതാണ് സത്യമായ ഒരു കാര്യം. ഒരു ഭയത്തോടുകൂടി തന്നെയായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. കാരണം പട്ടികളോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമുക്കൊന്ന് ഓടി മാറാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. രണ്ട് സൈഡും വലിയ മതിൽ, അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഇടുങ്ങിയ വഴി മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും തുറസായ ഒരു വഴി നമ്മുടെ കരയോഗം വിശ്വാസികൾക്ക്, അത് നമ്മുടെ ഒരു 10-15 വീട്ടുകാരാണ് ഇവിടെ താമസിക്കുന്നത്, അവർക്ക് ഇത്രയും നല്ല വീതിക്കൊരു വഴി നമ്മുടെ കരയോഗ പൊതുയോഗം അംഗീകരിച്ച് നൽകി എന്ന് പറയുമ്പോൾ അതൊരിക്കലും അത് മറക്കാൻ പറ്റാത്ത ഒരു കാര്യവും മറ്റൊരാൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. 16 പരം സാധാരണക്കാരായ പട്ടികജാതി കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തേക്കുള്ള വഴിയാണ് സഞ്ചാരയോഗ്യമാക്കി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 3 മീറ്റർ വഴി വിട്ട് നൽകിയിരിക്കുന്നു. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. അനുഷ്ഠാന പെരുമയിൽ കണ്ണൂർ പയ്യന്നൂർ തെരു അഷ്ടമിടച്ചാൽ ക്ഷേത്രത്തിലെ മീനമൃതേത്ത് ക്ഷേത്രം കലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആപാലവൃദ്ധം ജനങ്ങൾ കൗവായി കായലിലിറങ്ങി മത്സ്യം പിടിച്ച് ദേവിക്ക് സമർപ്പിച്ചത്. ക്ഷേത്രസന്നിധിയിലെത്തിച്ചേർന്ന പുരുഷാരം ദേവിയെ തൊഴുത് അനുഗ്രഹം വാങ്ങി മഞ്ഞൾക്കുറി അണിഞ്ഞ് ആർപ്പ് വിളികളോടെ കവ്വായി കായലിലെത്തി. മത്സ്യം പിടിക്കാൻ ആവശ്യമായ വലകളും ചൂരൽവടികളുമായി പരമ്പരാഗത രീതിയിലാണ് മീനമൃത് ചടങ്ങുകൾ. നെയ്ത്തുകുലത്തൊഴിലാക്കിയ സമൂഹം പ്രാചീന കാലത്ത് വിദേശത്ത് വ്യാപാരത്തിനായി പോകുമ്പോൾ കടൽക്കൊള്ളക്കാരിൽ നിന്നും രക്ഷ നേടുന്നതിനായി ദേവിക്ക് മത്സ്യം നിവേദിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നു. ഇതിന്റെ ഓർമ്മ പുതുക്കുന്ന ചടങ്ങാണ് കളിയാട്ട നാളിലെ മീനമൃത്. 5ാം കലശ ദിനത്തിലാണ് ക്ഷേത്രത്തിൽ മീനമൃത് ചടങ്ങുകൾ നടക്കുക. ആചാരപ്രകാരം ആദ്യമായി മടപ്പള്ളിത്താഴത്ത് വലവിരിച്ചും ചൂരൽ കൊണ്ടടിച്ചും മീനുകളെ പിടിക്കും. ദേവിക്ക് നിവേദിക്കാനായി 21 മത്സ്യക്കോവ തയ്യാറാക്കി ബാക്കി മത്സ്യം ഭക്തർക്ക് വിതരണം ചെയ്യും. സന്ധ്യയോടെ ക്ഷേത്ര കവാടത്തിലെത്തിയ മീനമൃത സംഘത്തെ ക്ഷേത്രസ്ഥാനികരും ആചാരക്കാരും ഭക്തജനങ്ങളും ചേർന്ന് വാദ്യഘോഷങ്ങളോടെ സ്വീകരിക്കും. ഊർബലിയോടെയാണ് കലശ മഹോത്സവത്തിന് സമാപനമാകുന്നത്. ന്യൂസ് 18 പയ്യന്നൂർ. രാവിലെയിൽ ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളാണ്. നമുക്കറിയാം, കശ്മീരിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിക്കുന്ന ശക്തമായ നടപടികൾ, പാകിസ്ഥാനിലുണ്ടായ സ്ഫോടനം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ BJP നേതാവിൻ്റെ വീടിന് മുന്നിൽ തൃശ്ശൂരിൽ ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായി. സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതടക്കം ഒരുപാട് വാർത്തകൾ പ്രേക്ഷകർക്കായി നൽകാനുണ്ട്. IPL വാർത്തകളുണ്ടാകും. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ നിഴലിൽ നിന്ന് രാജ്യം മുക്തമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും തെരച്ചിലും മറ്റും തുടരുകയാണ്. ഇതിനിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിശക്തമായ നടപടികളുമായി രാജ്യം മുന്നോട്ട് പോകുന്ന പശ്ചാത്തലം ചേർത്ത് വെക്കണം. പാകിസ്ഥാന് ഒരു കാരണവശാലും ഇനിയൊരു അവസരമില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയും ഒപ്പം കേന്ദ്രമന്ത്രിസഭയും ഒക്കെ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിശക്തമായ നടപടികളുണ്ടാകും. ഇതിനിടയിലാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വലിയ സ്ഫോടനം സംഭവിച്ചത്. അതിൻ്റെ അടക്കം വിശദാംശങ്ങളുണ്ട്. ആദ്യം ഇതുവരെയുള്ള പ്രധാന തലക്കെട്ടുകളിലേക്ക് പോകാം. പഹൽഗാം കൂട്ടക്കുരുതിക്ക് പിന്നിൽ പാകിസ്ഥാൻ തന്നെ. രഹസ്യാന്വേഷണ റിപ്പോർട്ട് ലോകരാജ്യങ്ങളുമായി പങ്കുവച്ച പ്രധാനമന്ത്രി. വിദേശ രാജ്യങ്ങളുടെ പക്കലും പാക് പങ്ക് ഉറപ്പിക്കുന്ന വിവരങ്ങൾ. തിരിച്ചടിക്ക് സർവ്വസന്നാഹങ്ങളും സജ്ജം. രാജ്യം കനത്ത ജാഗ്രതയിൽ. BSF ജവാനെ വിട്ടുനൽകിയില്ലെങ്കിൽ കനത്ത പ്രഹരമുണ്ടാകുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ്. പുൽവാമയിൽ ഭീകരന്റെ വീട് തകർത്തു. പാകിസ്ഥാനുമായുള്ള സംഘർഷം കനക്കുന്നതിനിടെ ഇന്ത്യയുടെ അത്യാധുനിക ആയുധ സംവിധാനം സജ്ജം. ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനത്തിന്റെ 2ാം പരീക്ഷണവും വിജയം. പരീക്ഷണം നടത്തിയത് ഹൈദരാബാദിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം വിട ചൊല്ലുന്നു. സംസ്കാരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 അന്തിമോപചാരം അർപ്പിച്ച പ്രസിഡന്റ് ദ്രൗപദി മുർമു. പാപ്പായുടെ അന്ത്യവിശ്രമം റോമിലെ സെയിന്റ് മേരി മേജർ ബസലിക്കയിൽ. എവിടെ തെളിവ് എന്നായിരുന്നു പാകിസ്ഥാന്റെ ചോദ്യം. കശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ
തുടർന്ന് അവരുടെ പല മന്ത്രിമാരും പ്രകോപനപരമായ പ്രസ്താവനകളുമായി നിരവധി തവണ രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. അപ്പോഴൊക്കെ തങ്ങളുടെ പങ്കാളിത്തം സംബന്ധിച്ച് വ്യക്തതയില്ല എന്നുള്ള ധാരണ മറ്റു രാജ്യങ്ങൾക്കിടയിൽ പരത്താനും അവർ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനെതിരെ നിലപാട് ഇന്ത്യ കടുപ്പിക്കുകയാണ്. വ്യക്തമായ തെളിവുകൾ കഴിഞ്ഞ 3 ദിവസമായി പാകിസ്ഥാന്റെ പങ്കാളിത്തം സംബന്ധിച്ച തെളിവ് തേടുകയായിരുന്നു ഇന്ത്യ. ആദ്യം മുതൽ തന്നെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ ആദ്യം മുതൽ തന്നെ ഇന്ത്യക്കും സഖ്യരാജ്യങ്ങൾക്കും ലോകരാജ്യങ്ങൾക്കും വ്യക്തമായിരുന്നു ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത്. ഇപ്പോൾ തെളിവുകൾ ഇന്ത്യ ഹാജരാക്കുന്നു. 13 രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചു. പഹൽഗാം ആക്രമണത്തിൽ പാക് ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലോകരാജ്യങ്ങളെ ഇതിനകം ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ അബദ്ധത്തിൽ അതിർത്തി കടന്ന BSF ജവാനെ കൈമാറാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതായത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ നീക്കം ഇന്ത്യ ആദ്യഘട്ടം മുതൽ നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് നിർണായകം. കാരണം നമുക്കറിയാം, വളരെ വ്യക്തമായി തന്നെ ശത്രു രാജ്യത്തിൻ്റെ സഹായമില്ലാതെ ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ ആർക്കും സാധിക്കില്ല. കാരണം അത്രത്തോളം സമാധാനപൂർണ്ണമായി സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ജമ്മു കാശ്മീർ എന്നുള്ളത്. അവിടെ പഴുതുകൾ എല്ലാം ആ തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ ആക്രമണം നടത്തണമെങ്കിൽ പാകിസ്ഥാന്റെ സഹായം വേണം, സാമ്പത്തികമായും ആയുധപരമായും മറ്റും. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. രാകേഷ്, നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ ചോദ്യം എന്നുള്ളത് എന്താണ് തെളിവ് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ തെളിവുകൾ ഇന്ത്യ കണ്ടെത്തി കഴിഞ്ഞു. വളരെ വ്യക്തമായി തന്നെ അത് നമ്മൾ ബോധ്യപ്പെട്ടു. അതിനുശേഷം 13ഓളം ഇന്ത്യയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയും കഴിഞ്ഞു. ഇനിയാണ് ശക്തമായ നടപടി നമ്മൾ കാണാനിരിക്കുന്നത്, അല്ലേ? രഞ്ജിത്ത്, സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും ശക്തമായ നിലപാടുമായി പാകിസ്ഥാനെതിരെ മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ. കാരണം സൈനിക തലത്തിൽ നേരത്തെ തന്നെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സൈന്യത്തിന് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നയതന്ത്ര തലത്തിലും അത്തരം ചർച്ചകൾ നടക്കുകയും നിലപാട് ഇന്ത്യ സ്വീകരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഒരു 5 തീരുമാനങ്ങളെങ്കിലും ഇന്ത്യ കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സിന്ധു നദി കരാർ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഇന്നലെ അതിൻ്റെ വിശദമായ യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ ഈ തീരുമാനം എങ്ങനെ നടപ്പാക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ആലോചിച്ചത്. പ്രത്യേകിച്ച് അമിത്ഷായുടെ അധ്യക്ഷതയിലാണ് ആ യോഗം ചേർന്നത്. ആ യോഗത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, ഒപ്പം തന്നെ ജലശക്തി മന്ത്രി CR പാട്ടീൽ തുടങ്ങിയവരൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു. അപ്പോൾ CR പാട്ടീൽ ഇന്നലെ രാത്രി ഈ യോഗത്തിന് ശേഷം പ്രതികരിച്ച പ്രധാനപ്പെട്ട കാര്യം ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ല എന്നുള്ളതാണ്. കാരണം ആ തീരുമാനം എങ്ങനെ ഇത് നടപ്പാക്കും, ഈ തീരുമാനം നടപ്പാക്കുമെന്നതിന് നടപ്പാക്കാനായിട്ട് 2 പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന് ഷോർട്ട് ടൈം പ്ലാനാണ്, ഒന്ന് ലോങ് ടൈം പ്ലാനാണ്. അതാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ശക്തമായ നിലപാടുമായി ഇന്ത്യ പോവുകയാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 13 ലോക രാജ്യങ്ങളുടെ തലവന്മാരുമായി ഇതിനോടകം തന്നെ സംസാരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല വിദേശകാര്യ സെക്രട്ടറിയും ഇതിനോടകം തന്നെ 30 രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി സംസാരിച്ചു. അങ്ങനെ ലോക രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ. മാത്രവുമല്ല ഡിജിറ്റൽ തെളിവുകൾ അടക്കം സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ട്. ഈ ഭീകരരെല്ലാം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. പാകിസ്ഥാനിൽ ഇവരുടെ ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ അടക്കം ലോകരാജ്യങ്ങളെ ഇന്ത്യ ബോധിപ്പിച്ചു വരികയാണ്. അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ നീങ്ങുന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം ഇവർക്കെല്ലാം തന്നെ പാക് ബന്ധമുണ്ട് എന്ന് സംബന്ധിച്ച ഇലക്ട്രോണിക് സിഗ്നേച്ചർ അടക്കം ഉണ്ട് എന്നാണ് ഇന്ത്യ ഇപ്പോൾ ഏതായാലും ലോകരാജ്യങ്ങളെ ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ശക്തമായ നിലപാടിലേക്ക് ഇന്ത്യ ഈ ഘട്ടത്തിൽ കടക്കുന്നു. ഏതായാലും സൈനിക തലത്തിൽ ഏത് ഘട്ടത്തിലാണ് നടപടി എന്നത് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തത്. അത് കൃത്യമായ നേരത്തെയൊക്കെ തന്നെ അത്തരം നടപടികളാണ് ഇന്ത്യ കടന്നിട്ടുള്ളത്. ബാലോക്കോട്ടിലായാലും തന്നെ ഇന്ത്യ കാത്തിരുന്ന് ഒരു ഉചിതമായ സമയം തെരഞ്ഞെടുത്ത് ആക്രമിക്കുന്ന പതിവാണ് മുൻകാലങ്ങളിലൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അതിന് സമാനമായ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അബദ്ധത്തിൽ അതിർത്തി കടന്ന BSF ജവാന്റെ കാര്യം. അത് ഇതുവരെ അദ്ദേഹത്തെ വിട്ടു നൽകാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം അതിർത്തി മറികടന്നിട്ട് ഏതാണ്ട് 3 ദിവസമായി പഞ്ചാബിലെ ഫിറോസ്പൂർ അതിർത്തിയാണ് അദ്ദേഹം അബദ്ധത്തിൽ മറികടന്നത്. ഇതിനോടകം തന്നെ 3 ഫ്ലാഗ് മീറ്റിങ്ങുകൾ അവിടെ നടന്നു. പക്ഷേ ഈ 3 ഫ്ലാഗ് മീറ്റിങ്ങുകളിലും ഒരു അനുകൂലമായ തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ ഇതുവരെ പോവുകയും ചെയ്തിട്ടില്ല. ഏതായാലും ഫ്ലാഗ് മീറ്റുകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ സുരക്ഷിതനായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന്, സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന്, BSFന്റെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും ശക്തമായ നിലപാടുമായി പാകിസ്ഥാനെതിരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് ഇന്നലെ കശ്മീരിലൊക്കെ തന്നെ കടുത്ത നടപടികളിലേക്ക് സൈന്യം കടന്നിരുന്നു. പ്രത്യേകിച്ച് ഈ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ വീടുകൾ തകർക്കുന്ന നിലപാടിലേക്ക് സൈന്യം കടന്നിരുന്നു. അത്തരത്തിൽ തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. അതിർത്തിയിലടക്കം
കനത്ത ജാഗ്രത ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളൊക്കെ തന്നെ പല ദിവസങ്ങളിലായി തന്നെ നടക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പലവിധ പ്രകോപനങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘനമൊക്കെ നടത്തിക്കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സേനാ വിന്യാസമൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കരസേന മേധാവിയൊക്കെ തന്നെ ശ്രീനഗർ സന്ദർശിക്കുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സൈന്യത്തിന്റെ പുനർവിന്യാസം അടക്കമുള്ള നടപടികളിലേക്ക് കൂടി വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ ഇന്ത്യ കടന്നേക്കും. രഞ്ജിത്ത്, നമുക്കറിയാം രാകേഷ്, 69-ലും 71-ലും യുദ്ധം നടന്നപ്പോഴും പിന്നീട് പല ആക്രമണങ്ങൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട മിനി യുദ്ധങ്ങളൊക്കെ സംഭവിച്ചപ്പോഴും ഇത്തരത്തിലുള്ള ശക്തമായ നിലപാട്, യുദ്ധത്തിന് യുദ്ധം തിരിച്ചടി എന്ന് പറയുമ്പോഴും ഈ ജലയുദ്ധം, അതായത് സിന്ധു നദിയിലെ കരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, അത്തരം നീക്കങ്ങളിലേക്ക് ഇന്ത്യ പോയിരുന്നില്ല. പക്ഷേ 2015 തന്നെ മോദി വ്യക്തമാക്കിയൊരു കാര്യമാണ് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നുള്ളത്. ഇപ്പോൾ ദാ നമ്മുടെ ഈ പറഞ്ഞ പോലെ സാധാരണക്കാരായ 26 ജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ അതിശക്തമായ തിരിച്ചടിയിലൂടെ നയതന്ത്ര വിദഗ്ധരൊക്കെ വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ നട്ടലൊടിക്കാൻ പോകുന്ന നടപടിയാണ്. ഇന്നലെ കേന്ദ്രമന്ത്രിസഭാ യോഗം ചേർന്ന്, സുരക്ഷാ സമിതി യോഗമൊക്കെ ചേർന്ന് ജലശക്തി ഉദ്യോഗസ്ഥരൊക്കെ ഒരുമിച്ചിരുന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞു. ഔദ്യോഗികമായി പാകിസ്ഥാനെ അറിയിച്ചു. ലോകബാങ്കിനെ ഈ നിലപാട് അറിയിക്കാൻ പോകുന്ന സാഹചര്യമൊക്കെ ഒരുക്കുകയാണ്. അങ്ങനെ അതിശക്തമായ ഈ നടപടി അതിൻ്റെ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അതിൻ്റെ ഗൗരവം പാകിസ്ഥാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായും അത് അവരെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ടാകും. അതിൻ്റെ ഭാഗമായാണ് മറ്റു ചില കൗണ്ടർ നടപടികളിലേക്ക് അവർ പോകുന്നത്. പക്ഷേ ഏറ്റവും ഫലപ്രദമാകാൻ പോകുന്നത് ഈ ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ തന്നെയല്ലേ? അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഈ പറഞ്ഞതുപോലെ ആ നടപടികളുടെ പ്രാധാന്യവുമൊക്കെ ഈ ചർച്ചകളിൽ ലോകരാജ്യങ്ങളെ ഇന്ത്യ ബോധ്യപ്പെടുത്തിയോ? അത് രഞ്ജിത്ത്, കാരണം സിന്ധു നദീജല കരാർ ഏതാണ്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 1960കളിൽ അത് നിലവിൽ വന്നതാണ്. അതിനുശേഷം പല യുദ്ധങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് 65-ൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നിട്ടുണ്ട്, 71-ൽ ഉണ്ടായിട്ടുണ്ട്, 99-ൽ കാർഗിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും തന്നെ സിന്ധു നദീജല കരാർ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന നടപടിയിലേക്ക് ഇന്ത്യ കടന്നിട്ടില്ല. കാരണം അത്തരം കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ പോയിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ഏതായാലും അത്തരമൊരു നീക്കം അല്ലെങ്കിൽ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. പക്ഷെ അതിന് പാകിസ്ഥാൻ പ്രതികരിച്ചിരുന്നത് ഇത്തരത്തിൽ നദീജല കരാർ റദ്ദാക്കുകയാണെങ്കിൽ അത് യുദ്ധമായി കണക്കാക്കുമെന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം. പക്ഷേ ആ പ്രകോപനത്തിനൊന്നും തന്നെ വഴങ്ങില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിരുന്നു ഇന്നലത്തെ യോഗം. കാരണം കഴിഞ്ഞ ദിവസം അത് അത്തരമൊരു തീരുമാനത്തിലേക്കാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്നിരുന്നെങ്കിൽ ഇന്നലെ അതെങ്ങനെ പ്രായോഗിക തലത്തിൽ നടപ്പാക്കാം എന്ന് സംബന്ധിച്ച ചർച്ചയാണ് നടന്നത്. ആ യോഗത്തിലാണ് ജലവിഭവ മന്ത്രി അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വിശദമായ യോഗം അമിത്ഷായുടെ അധ്യക്ഷതയിൽ നടന്നത്. ആ യോഗത്തിൽ വിദേശകാര്യ മന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്തു. അതിൻ്റെ തുടർച്ചയായാണ് 2 പദ്ധതികൾ തയ്യാറാക്കാൻ തീരുമാനിച്ചത്. ഒന്ന് ഷോർട്ട് ടേം പ്ലാൻ, ഒപ്പം തന്നെ ലോങ് ടേം പ്ലാൻ. അങ്ങനെ ഈ 2 പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതെങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കടക്കം നിയന്ത്രിച്ച് എങ്ങനെ ഇത് നടപ്പാക്കാം എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് രാജ്യം കടക്കുക. പ്രത്യേകിച്ച് വേൾഡ് ബാങ്കിൻ്റെ സഹകരണത്തോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ സിന്ധു നദീജല കരാർ. അപ്പോൾ തന്നെ വേൾഡ് ബാങ്കിനെ ബോധിപ്പിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ അത് ലോകരാഷ്ട്രങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി വേണം ഇപ്പോൾ ലോകരാജ്യങ്ങളുമായി അടക്കം പ്രധാനമന്ത്രി സംസാരിക്കുന്നതും അവരുടെ പിന്തുണ അടക്കം ഉറപ്പാക്കുന്നതും പാകിസ്ഥാന്റെ ഈ ഭീകരവാദത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ലോകരാജ്യങ്ങളെ ബോധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് 13 രാഷ്ട്രതലവന്മാരുമായി പ്രധാനമന്ത്രി തന്നെ സംസാരിച്ചു. മറ്റ് രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ഏതാണ്ട് 30 രാജ്യങ്ങളുമായി വിദേശകാര്യ സെക്രട്ടറി തന്നെ ചർച്ച നടത്തിയപ്പോൾ അങ്ങനെ ഏതാണ്ട് 40-അധികം രാജ്യങ്ങളുമായി ഇതിനോട് തന്നെ ചർച്ച നടത്തുന്നു. അങ്ങനെ ഈ ലോക സമൂഹത്തിന്റെ ഒന്നാകെ പിന്തുണ ഉറപ്പാക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ. ഏതായാലും വരും മണിക്കൂറുകളിലടക്കം ഇത്തരത്തിൽ പുതിയ തീരുമാനങ്ങൾ, സുപ്രധാനമായ നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ നദീജല കരാർ സസ്പെൻഡ് ചെയ്യുന്നതിൽ വലിയ പ്രതിഷേധം പാകിസ്ഥാനിലൊക്കെ തന്നെ ഉടലെടുത്തിരുന്നു. പക്ഷേ 26 പേരുടെ ജീവനാണ് വലുത് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ആ നിലയ്ക്ക് ശക്തമായ നിലപാടുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന്, നമുക്കറിയാം ആഭ്യന്തര സംഘർഷങ്ങളാൽ വീർപ്പുമുട്ടുന്ന, സാമ്പത്തികമായി നട്ടെല്ല് തകർന്നിരിക്കുന്ന, അരക്ഷിതാവസ്ഥയിലുള്ള ഒരു രാജ്യമാണ് നമ്മുടെ അയൽ രാജ്യം. 40%-ലധികം ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് പട്ടിണിയിൽ കിടക്കുന്ന ഒരു രാജ്യം എന്നുകൂടി വിശേഷിപ്പിക്കാം. അവിടെയാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ, അവരുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമായ ബലൂചിസ്ഥാനിൽ സ്ഫോടനമുണ്ടാകുന്നു. 10 സൈനികർ കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തം ബലൂജ് നാഷണൽ ആർമി, ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുക്കുന്ന പശ്ചാത്തലം. അങ്ങനെ ഈ ആക്രമണം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശക്തമായ തിരിച്ചടികൾ കൂടി അഭിമുഖീകരിക്കുകയാണ് ആ രാജ്യം. വരും ദിവസങ്ങളിലും സമാനമായി ഈ ബലൂചിസ്ഥാൻ പ്രദേശത്തിൻ്റെയൊക്കെ പ്രത്യേകത നമുക്കറിയാം. അവിടെ ഈ ആക്രമണത്തിനെതിരെ, ജമ്മു കാശ്മീർ ആക്രമണത്തിനെതിരെ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ച, ഇന്ത്യയോട് കൂറ് പുലർത്തുന്ന ജനങ്ങളുള്ള സ്ഥലമാണ്. അവിടെ അടക്കം ഇതിനെതിരെ വലിയ തരത്തിലുള്ള വികാരമുണ്ട്. അത് പ്രതിഫലിക്കുകയാണ് ആ രാജ്യത്ത്. വരും ദിവസങ്ങളിൽ അത് ശക്തമാവുകയും ചെയ്യും. രാകേഷ്,
അതനുസരിച്ച് പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. പ്രത്യേകിച്ച് അവിടെ പാക് സൈന്യത്തിനെതിരെ ശക്തമായ നിലപാടുണ്ട്. പാക് സർക്കാരിനെതിരെ ശക്തമായ നിലപാട് കാലങ്ങളായി മുന്നോട്ട് പോകുന്നവരാണ്. അവിടെയാണ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ 10 പാക് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ക്വറ്റയിലാണ്, ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ക്വറ്റയിലാണ് ഈ ആക്രമണം നടക്കുന്നത്. റിമോട്ട് ഘടിപ്പിച്ച IED ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നത്. അത് അക്കാര്യം ബലൂച്ച് ലിബറേഷൻ ആർമി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ വ്യക്തമാക്കിയ കാര്യം പാക് സൈന്യം അവരുടെ ശത്രുക്കളാണ്, അതുകൊണ്ട് തന്നെ അവർക്കെതിരായ നിലപാട് തുടരും, പോരാട്ടം തുടരുമെന്ന് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും തുടർച്ചയായി ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന 3ാമത്തെ ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ബലൂചിസ്ഥാനിൽ ആക്രമണം നടന്നിരുന്നു. അന്ന് 2 പേരാണ് ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെടുകയും ചെയ്തത്. കാലാട്ട് എന്ന് പറയുന്ന ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്. അതും സമാനമായ രീതിയിൽ ബോംബ് പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ളൊരു ആക്രമണമായിരുന്നു. അന്ന് ഈ വാഹനത്തിലാണ് അത് പതിച്ചത്. ആ വാഹനത്തിൽ യാത്രക്കാരായിരുന്ന 3 പേരാണ് കൊല്ലപ്പെട്ടത്. അതിന് തൊട്ട് മുമ്പുള്ള ദിവസം 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയും സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായി. അവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അന്ന് 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. അങ്ങനെ ബലൂചിസ്ഥാനിൽ നിരന്തരം ഇത്തരത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്, പാക് സൈന്യത്തിന് നേരെ ആക്രമണം നടക്കുന്നുണ്ട്. അത് തുടർക്കഥയായി അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നത് കൂടി ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. രഞ്ജിത്ത്, ബലൂചിസ്ഥാനിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാന്റെ സുപ്രധാനമായ തന്ത്രപ്രധാനമായ മേഖലയിൽ 10 സൈനികരാണ് കൊല്ലപ്പെട്ടത്. നമുക്കറിയാം, എല്ലാ വർഷവും നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ കൊല്ലപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്, രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ജനങ്ങളുടെ ജീവന് യാതൊരു സുരക്ഷയുമില്ല. പട്ടാള ഭരണം ജനാധിപത്യമാണെന്ന് പുറമേ പറയുമ്പോൾ പോലും പട്ടാളം നിയന്ത്രിക്കുന്ന ഒരു സ്ഥലം. സമീപ ദിവസങ്ങളായി പല പട്ടാള മേധാവികളുടെയും പ്രകോപനപരമായ പ്രസ്താവനകൾ വലിയ തോതിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഭീകരവാദം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത് അമേരിക്കയുടെ പ്രേരണയിലാണ് എന്ന് പോലും പറയുന്ന സാഹചര്യമൊക്കെ ഒരുങ്ങിയിരുന്നു. അങ്ങനെ ആകെ അരക്ഷിതാവസ്ഥയിലായ ഒരു രാജ്യം വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അവരുടെ നട്ടെല്ല് തകർക്കാൻ പര്യാപ്തമായ തരത്തിലുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിക്കുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ അത് തുടരുകയും ചെയ്യും. ER രാഗേഷാണ് വിശദമായി ഈ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്ത വയനാട്ടിൽ നിന്നാണ്. വയനാട് ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് വീട് നിർമ്മിച്ചു നൽകുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവർ ദുരന്തബാധിതരാണോ എന്ന് സംശയമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലീഗ് നിർമ്മിക്കുന്ന വീടുകളുടെ അത്രയധികം ആളുകൾ നിലവിൽ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നില്ല. രാഹുൽ ഗാന്ധിയും കർണാടക സർക്കാരുമടക്കം സർക്കാർ പദ്ധതിയോടൊപ്പം നിൽക്കുമ്പോഴാണ് ലീഗ് മാത്രം മറ്റൊരു നിലപാട് സ്വീകരിച്ചത്. അത് ദൗർഭാഗ്യകരമാണ്. ദുരന്തബാധിതരോട് ടൗൺഷിപ്പിൽ വരാൻ സർക്കാർ നിർബന്ധിക്കുന്നില്ല. എന്നാൽ ദുരന്തബാധിതരിൽ മഹാഭൂരിപക്ഷവും ടൗൺഷിപ്പിൽ താമസിക്കാനാണ് സന്നദ്ധത പ്രകടിപ്പിച്ചത്. മാധ്യമങ്ങളെ ഒഴിവാക്കി മുഖ്യമന്ത്രി നടത്തിയ വയനാട് അവലോകന യോഗത്തിലാണ് ലീഗിന്റെ വീട് നിർമ്മാണ പദ്ധതിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ വീടിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നതിൽ എല്ലാവരും ദുരന്തബാധിതർ തന്നെയാണോ എന്നത് ഇപ്പോ ഉറപ്പില്ല. കാരണം അത്രയധികം ആളുകൾ ഇതിന്റെ അകത്ത് ടൗൺഷിപ്പിൽ വരാതെ ഒഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഇപ്പൊ കാണുന്നില്ല. അത് കുറച്ചു നാൾ കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാവൂ എന്നാണ്. ഏതായാലും ആ ഒരു നിർഭാഗ്യകരമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇതുമായി സഹകരിക്കുക. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അനീഷ്, നമുക്കറിയാം വയനാട്ടിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ദുരന്തബാധിത മേഖലകളിൽ അത് പുരോഗമിക്കുന്നുണ്ട്. അല്പം കാലതാമസമുണ്ടായെങ്കിൽ പോലും സർക്കാരൊക്കെ ഉണർന്ന് ഏറ്റവും ഒടുവിൽ ടൗൺഷിപ്പ് നിർമ്മാണമൊക്കെ പുരോഗമിക്കുകയാണ്. സന്നദ്ധ സംഘടനകൾ നിരവധി പേർ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സന്നദ്ധരായ രംഗത്ത് വന്നിട്ടുണ്ട്. ലീഗാണ് അല്പം മുന്നിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് ഏകോപിപ്പിച്ചത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഈ സംശയമുണ്ടാകുന്നത്? രഞ്ജിത്ത്, സംസ്ഥാന സർക്കാർ ഈ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കുകയും ടൗൺഷിപ്പ് നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ സർക്കാരിൻ്റെ ചില നിയമപരമായ കുരുക്കളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ തോട്ടത്തിൻ്റെ ഉടമകൾ. പിന്നീട് സുപ്രീം കോടതിയിലൊക്കെ പോകേണ്ടി വന്നു ആ കുരുക്ക് പൂർണ്ണമായും അഴിച്ചെടുക്കാൻ. പക്ഷേ അതിനൊരു സ്വാഭാവികമായ കാലതാമസം എന്ന രീതിയിൽ ഉടലെടുത്തപ്പോൾ പക്ഷേ അതിന് കാത്തിരിക്കാതെ ലീഗ് സ്വന്തം നിലയിൽ ഭവന നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ലീഗ് തന്നെ സ്വന്തം നിലയ്ക്ക്
11 ഏക്കർ ഭൂമി സ്ഥലം കൊടുത്ത് വാങ്ങി അവിടെ വീട് നിർമ്മിച്ച് ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്നു. അതൊരു സമാന്തര പ്രവർത്തനം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തിയിരിക്കുന്നത്. കാരണം മറ്റ് ആളുകളെല്ലാം ഇപ്പോൾ രാഹുൽ ഗാന്ധി 100 വീടുകൾക്ക് ഓഫർ ചെയ്തിരുന്നു, അത് നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തു. കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് ആണ്, ആ കോൺഗ്രസ് പാർട്ടി ഈ 100 വീടുകൾ നൽകുമെന്ന് അറിയിച്ചു. അവരും സർക്കാർ പദ്ധതികളോട് സഹകരിച്ച് നിൽക്കുന്നു. MA യൂസഫ് അലി വീട് നൽകാൻ തയ്യാറാണ്. അങ്ങനെ പലവിധ കോണുകളിൽ നിന്നും ഈ സഹായം ഉണ്ടാവുന്നു. പക്ഷേ അവരെല്ലാം സർക്കാരിന് കീഴിൽ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് സഹായം നൽകാൻ ഒരുങ്ങുമ്പോൾ സ്വന്തം നിലയിൽ ലീഗ് വീട് നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഒരു സാമൂഹ്യ ആവശ്യം എന്ന രീതിയിൽ ആ ദുരന്തബാധിതരായ ആളുകളിൽ ഭൂരിപക്ഷവും പറഞ്ഞത് തങ്ങൾക്ക് ഒറ്റ ടൗൺഷിപ്പായി നിലനിൽക്കണമെന്നാണ്. വിഭിന്ന താല്പര്യങ്ങളുള്ള അല്ലെങ്കിൽ വിവിധ മതവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെല്ലാം പഴയ പോലെ തന്നെ ഒരിടത്ത് താമസിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് സർക്കാർ ഒരു ടൗൺഷിപ്പ് നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ലീഗ് മാത്രം ഇതിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുകയും അവർ മറ്റൊരിടത്ത് പ്രത്യേക ടൗൺഷിപ്പ് ഉണ്ടാക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. ഒപ്പം എങ്ങനെയാണ് ഈ ആളുകളെ തിരഞ്ഞെടുത്തതെന്നടക്കം ഈ ബാധിതരായ ആളുകളാണോ ഈ വീടുകൾ കിട്ടിയ ആളുകൾ എന്ന കാര്യത്തിലും മുഖ്യമന്ത്രിക്ക് സംശയമുണ്ട്. ഇപ്പോൾ അക്കാര്യത്തിൽ തീർത്ത് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഈ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലേക്കാണ് ദുരന്തബാധിതർ ഏറിയ പങ്കും വരുന്നത്. അവർ ഇതിനകം അപേക്ഷ നൽകി കഴിഞ്ഞിരിക്കുന്നു, അവരുടെ ഗുണഭോക്തൃ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത്ര അധികം ആളുകൾ ഈ സർക്കാരിൻ്റെ ടൗൺഷിപ്പിലേക്ക് പോകുമ്പോൾ ലീഗിൻ്റെ ടൗൺഷിപ്പിലേക്ക് അല്ലെങ്കിൽ ലീഗ് നിർമ്മിക്കുന്ന വീടുകളുടെ ഗുണഭോക്താക്കൾ ആര് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് യഥാർത്ഥ ദുരന്തബാധിതരാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നും പറയുന്നു. എന്തായാലും വലിയ വിവാദത്തിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണിത്. കാരണം ലീഗ് പാർട്ടി ഫണ്ട് എന്ന രീതിയിൽ മാത്രമല്ല പൊതു ഫണ്ട് വിനിയോഗിച്ചാണ് ഇത്തരത്തിലൊരു ഭവന നിർമ്മാണ പദ്ധതിയുമായി അല്ലെങ്കിൽ വയനാട് പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ ദുരന്തബാധിതരല്ലാത്ത ആളുകൾക്കാണോ ലീഗ് ഈ വീടുകൾ നൽകുന്നത് എന്ന സംശയമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ലീഗ് നേതൃത്വം കൃത്യമായി മറുപടി മറുപടി ഉണ്ടാവണം. കാരണം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയിൽ ലീഗ് ഇടപെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു സംശയം പ്രകടിപ്പിക്കുന്നത്. ഈ സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പദ്ധതിയുണ്ട്, അതിൽ കുറേ അധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയൊക്കെ വിമുഖത കാണിച്ചിരുന്നുവെങ്കിലും ഇതുമായി ചേർന്ന് നിൽക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ലീഗിൻ്റെ വിഷയം വരുമ്പോഴേക്ക് നമുക്കറിയാം പ്രതിപക്ഷ പാർട്ടിയാണ്. അവിടെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്? എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ഇത്തരം പുനരധിവാസം വിജയകരമായി പൂർത്തിയാക്കുന്നതിനപ്പുറം രാഷ്ട്രീയമായ ചില എതിർപ്പുകൾ മാത്രം കണ്ടുകൊണ്ടാണോ, അതോ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് സംശയകരമായ എന്തെങ്കിലും കാര്യം വയനാട്ടിൽ സംഭവിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കേണ്ടത് അനീഷ്? നമ്മൾ വയനാട്ടിലെ CPM നേതാക്കളുമൊക്കെയായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും അതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം മുഖ്യമന്ത്രി വെറുതെ ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്തരം നിലപാട് ദൗർഭാഗ്യകരമാണ്, എന്തുകൊണ്ട് ലീഗ് മാത്രം വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന ചോദ്യം കൃത്യമായി തന്നെ ചോദിച്ചതാണ് എന്നാണ് CPM നേതാക്കൾ പറയുന്നത്. കാരണം ഒന്നാമത്തെ കാരണം ഈ പൊതു ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ലീഗ് വീട് നിർമ്മാണം നടത്തുന്നത്. വയനാട് ദുരന്തത്തിൻ്റെ പേരിലാണ് അവർ ഫണ്ട് വീട് നടത്തിയത്. കേവലം ഒരു പാർട്ടി ഫണ്ട് ഉപയോഗിച്ച് ചില ആളുകൾക്ക് വീട് നൽകുക അല്ല ചെയ്ത് വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തിയ ശേഷം അവർക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് കഴിയുന്ന രീതിയിൽ ഒരു പട്ടിക തയ്യാറാക്കുകയും അവർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വീട് നൽകുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. അത് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് CPM പറയുന്നത്. കാരണം ഒരു പൊതു ഫണ്ടാണ് ഇതിനുവേണ്ടി പിരിച്ചത്. അതുകൊണ്ട് ദുരന്ത ബാധിതരായ ആളുകൾക്ക് പൂർണ്ണമായും നൽകാൻ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫണ്ടുമാണ്. അതുകൊണ്ട് സർക്കാരിന് വിധേയപ്പെട്ട് വേണമായിരുന്നു ഈ കാര്യങ്ങൾ ചെയ്യാൻ. സ്വാഭാവികമായ ചില കാലതാമസങ്ങൾ നടപടിക്രമങ്ങൾ ഉണ്ടാവും. പക്ഷേ മറ്റു എല്ലാവരും ഈ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും വ്യവസായ പ്രമുഖരും അടക്കമുള്ള എല്ലാവരും സർക്കാർ നൽകുന്ന പട്ടിക അനുസരിച്ച് സർക്കാർ നൽകുന്ന ആളുകൾക്ക് വീട് നൽകാൻ ഒരുങ്ങുമ്പോൾ ഇവർ മാത്രം എന്തിന് മറ്റൊരു ചിന്ത ഇക്കാര്യത്തിൽ ചെയ്തു? ഒപ്പം ഈ ഗുണഭോക്താക്കളായി വരുന്ന ആളുകൾ ആരാണ്? അത് ലീഗ് പ്രവർത്തകരാണോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിശ്വാസത്തിലുള്ള ആളുകളാണോ എന്നടക്കമുള്ളവരൊക്കെ കാര്യമായ പരിശോധനകൾ ഇനി വേണ്ടി വരും എന്നാണ് CPM പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ പറയുന്നു, ഈ ദുരന്തബാധിതരായ
ആളുകൾ അല്ല ലീഗിൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ ഭൂരിപക്ഷം. അതുകൊണ്ട് ആരാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ, എന്ത് മാനദണ്ഡത്തിലാണ് ഈ വീട് നൽകാനുള്ള ആളുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നീ കാര്യങ്ങളിലൊക്കെ കൃത്യമായൊരു വിശദീകരണം മുസ്ലിം ലീഗ് തന്നെ നടത്തേണ്ടി വരും. കാരണം പണം പിരിച്ചത് വയനാട് ദുരന്തബാധിതരുടെ പേരിലാണ്. വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ട ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നൽകുന്നതിനുള്ള രീതിയിലാണ് ധനശേഖരണം നടത്തിയിരിക്കുന്നത്. വലിയ തോതിലുള്ള ധനസമാഹരണം നടത്താൻ മുസ്ലിം ലീഗിന് കഴിയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് കൃത്യമായൊരു ഉത്തരം ഈ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് നൽകേണ്ടി വരും. പട്ടിക പുറത്തുവിടേണ്ടി വരും. ഏതൊക്കെ ആളുകളാണ് വീട് ഏറ്റുവാങ്ങാൻ തയ്യാറായി നിൽക്കുന്നത്, എങ്ങനെയാണ് ആളുകളെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്, മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടി വരും. എന്തായാലും ഇക്കാര്യങ്ങൾക്കൊക്കെ ലീഗിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. മുഖ്യമന്ത്രി ഒറ്റ പാർട്ടിയെ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സംഘടനയെ മാത്രമാണ് ഇക്കാര്യത്തിൽ വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ LDFന്റെ റാലി വയനാട്ടിൽ സംഘടിപ്പിച്ചപ്പോഴും ഓരോ ആളുകളെയും പേരെടുത്ത് മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു, ഈ ഭവന നിർമ്മാണവുമായി സഹകരിക്കുന്ന അല്ലെങ്കിൽ പുനരധിവാസവുമായി സഹകരിക്കുന്നവരെയൊക്കെ. പക്ഷേ അക്കൂട്ടത്തിലും മുസ്ലിം ലീഗിൻ്റെ പേര് പോലും എടുത്തു പറയാൻ പൊതുവേദിയിൽ മുഖ്യമന്ത്രി തയ്യാറായില്ല. എന്നാൽ ഈ മാധ്യമങ്ങളെ ഒഴിവാക്കിയ നടത്തിയ യോഗത്തിൽ, അവലോകന യോഗത്തിൽ മുസ്ലിം ലീഗിൻ്റെ പേരെടുത്ത് അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ലീഗിൻ്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ചില സംശയങ്ങളുണ്ട്. അത് നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടുത്താതെ നടത്തിയ ഒരു യോഗത്തിലാണ് ആ വിഷയം മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഇവിടെ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ വീടിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നവര് എല്ലാവരും ദുരന്തബാധിതർ തന്നെയാണോ എന്നത് ഇപ്പോൾ പുറത്തില്ല. കാരണം അത്രയധികം ആളുകൾ ഇതിൻ്റെ അകത്ത് ടൗൺഷിപ്പിൽ വരാതെ ഒഴുകി നിൽക്കുന്ന അവസ്ഥ ഇപ്പൊ കാണുന്നില്ല. അത് കുറച്ചു നാൾ കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാവൂ എന്താണ്. ഏതായാലും ആ ഒരു നിർഭാഗ്യകരമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇതുമായി സഹകരിക്കുക. ഇവിടെ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ വീടിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നവര് എല്ലാവരും ദുരന്തബാധിതർ തന്നെയാണോ എന്നത് ഇപ്പോ പുറത്തില്ല. കാരണം അത്രയധികം ആളുകൾ ഇതിൻ്റെ അകത്ത് ടൗൺഷിപ്പിൽ വരാതെ ഒഴുകി നിൽക്കുന്ന അവസ്ഥ ഇപ്പൊ കാണുന്നില്ല. അത് കുറച്ചു നാൾ കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാവൂ എന്താണ്. ഏതായാലും ആ ഒരു നിർഭാഗ്യകരമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇതുമായി സഹകരിക്കുക. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, ഇത് ഈ മാധ്യമങ്ങളെ ഒഴിവാക്കി അദ്ദേഹം വയനാട്ടിൽ അവലോകന യോഗമടക്കം ചേർന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ വാർഷിക പരിപാടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണോ ഇത് ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇദ്ദേഹം ഇക്കാര്യം പറയുമ്പോൾ? തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലയിലെ ജനപ്രതിനിധികളായ ആളുകൾ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. പ്രാദേശിക ഭരണകൂടങ്ങളിൽപ്പെട്ട ആളുകൾ, ഒപ്പം ഈ പ്രമുഖരായ വ്യവസായ പ്രമുഖർ, പൗരപ്രമുഖർ, കലാകാരന്മാർ, കായിക താരങ്ങൾ തുടങ്ങിയ ഒരു വലിയ ജനവിഭാഗം പ്രതിനിധീകരിച്ചുള്ള ആളുകൾ ആ സമയത്തുണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലും ഈ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട ഇത്തരം യോഗങ്ങളും പ്രദർശനങ്ങളുമൊക്കെ നടത്തുന്നുണ്ട്. ഈ വയനാട്ടിലെ ഇത്തരത്തിലുള്ള യോഗത്തിലാണ് ഏതാണ്ട് ഒരു ഓഡിറ്റോറിയം നിറഞ്ഞിരിക്കുന്ന ആളുകളുള്ള ഒരു സമയത്ത് തന്നെയാണ്, അതായത് ഈ വാർഷികത്തിനുമായി ബന്ധപ്പെട്ട ജില്ലാതല അവലോകന യോഗത്തിൽ അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രസംഗിക്കും. പിന്നീട് ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഈ സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവരുടെ അവലോകനം, ഏത് രീതിയിലാണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ, ഈ നിർദ്ദേശങ്ങൾക്കും വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ മറുപടി എന്നിങ്ങനെയുള്ള ഒരു സെഷനാണ് ഈ അവലോകന യോഗത്തിലുള്ളത്. ഇത്തരമൊരു സെഷനിലാണ് ഈ അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ, കാരണം വയനാടായിരുന്നു, അതുകൊണ്ട് വയനാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നതും ഈ പുനരധിവാസം, ഈ ചൂരൽമലയുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ നടപടികൾ ചെയ്യാൻ പോകുന്നു, വയനാട്ടിലെ ടൂറിസ്റ്റ് മേഖലയെ എങ്ങനെ കൈപിടിച്ചുയർത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് അദ്ദേഹം കൃത്യമായി തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പേരെടുത്ത് വിമർശിക്കുന്നത്. കാരണം മറ്റുള്ള ആളുകളൊക്കെ ഈ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ലീഗ് മാത്രം വ്യത്യസ്തമായ അല്ലെങ്കിൽ ഭിന്നമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന ചോദ്യമാണ് അദ്ദേഹം
ഉന്നയിക്കുന്നത്. ഒപ്പം ഇതൊരു ദൗർഭാഗ്യകരമായ നിലപാടാണ്. കാരണം ഒരു വലിയ മഹാദുരന്തം നടക്കുന്നു. ഈ ദുരന്ത കാലത്ത് എല്ലാവരും ഐക്യത്തോടെ കെട്ടുറപ്പോടെ പ്രവർത്തിച്ചു. ആളുകളുടെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിനും അവർക്ക് പിന്നീടുള്ള താമസം ഒരുക്കുന്നതിനുമൊക്കെ പ്രവർത്തിച്ചു. പക്ഷേ ഇതിനുശേഷം ഈ പുനരധിവാസ പദ്ധതിയിലേക്ക് മാറിയപ്പോൾ ലീഗ് മാത്രം എന്തിന് വ്യത്യസ്തമായ വിഭിന്നമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന ചോദ്യമാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ലീഗ് നേതാക്കളൊക്കെ അറിയിച്ചിരുന്നത് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കാണ് തങ്ങൾ വീട് നൽകുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി തന്നെ പറയുന്നു ഈ ലീഗ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ലീഗ് വീട് നൽകുന്ന ആളുകൾ ഈ പട്ടികയിൽ സർക്കാരിൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണോ എന്ന സംശയമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഈ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഈ ദുരന്തബാധിതരുടെ അഭിപ്രായം തിരഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, തങ്ങളുടെ സാമൂഹ്യ ജീവിതം നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു പുനരധിവാസം മാത്രം തങ്ങൾക്ക് മതി. അതായത് തങ്ങൾ ഒറ്റക്കെട്ടായി ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തങ്ങൾക്ക് ഒരിടത്ത് തന്നെ താമസിക്കാൻ പര്യാപ്തമായ ഒരു സംവിധാനം ഉണ്ടാക്കണം. തങ്ങൾ പഴയ എങ്ങനെയാണോ താമസിച്ചത്, തങ്ങളുടെ അയൽപ്പക്കങ്ങളുമായി തങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞോ ആ രീതിയിൽ തന്നെയാണ് തങ്ങൾക്ക് താമസിക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. അതിനനുസരിച്ചാണ് ഒരു സ്ഥലം തന്നെ ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും അത് നിയമ നടപടി കുരുക്കുകളിലേക്കൊക്കെ പോവുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അപ്പോഴും അവരെ ഒന്നിച്ച് താമസിപ്പിക്കുക എന്നതിനാണ് തങ്ങൾ പ്രാധാന്യം കൊടുത്തത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇവിടെയാണ് ലീഗ് മറ്റൊരിടത്തേക്ക് കുറച്ച് ദുരന്തബാധിതരെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ ജീവിതം നഷ്ടമാക്കി എന്തിനു കൊണ്ടുപോകുന്നു, ഇത്തരത്തിലൊരു തിടുക്കം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് മാത്രം എന്തിനുണ്ടായി എന്ന ചോദ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ CPIയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. കാരണം രാഷ്ട്രീയപരമായും ഈ ചില മത്സരത്തിന് ഇടയാക്കുന്ന കാര്യമാണ്. കാരണം ലീഗിൻ്റെ പേരിൽ മാത്രം വയനാട്ടിൽ ഒരു ടൗൺഷിപ്പ് നിലവിൽ വരിക എന്നത് ഈ CPIയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായും ചില ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒപ്പം ഈ രണ്ട് പദ്ധതികളുമായി ബന്ധപ്പെട്ട താരതമ്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവാം. ആരാണ് ആദ്യം ഈ വീട് നിർമ്മാണം പൂർത്തിയാക്കുന്നത്, എത്ര സൗകര്യങ്ങൾ ഓരോ സ്ഥലത്തും നൽകുന്നു, ഈ സർക്കാരിനെക്കാളിലും 1-2 സെൻറ്റ് സ്ഥലം കൂടുതൽ ലീഗ് നൽകുന്ന വീടുകളിൽ നൽകുന്നുണ്ട്. ഒപ്പം ഈ ലീഗ് നൽകുന്ന വീടുകളിൽ എത്തുന്നവർക്ക് ഈ ദുരന്തബാധിതരായ ആളുകളാണെങ്കിൽ, സർക്കാരിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ സർക്കാർ നൽകുന്ന ഒരു 15 ലക്ഷം രൂപയ്ക്ക് കൂടി അർഹതയുണ്ട്. കാരണം ഈ വീട് നിർമ്മിച്ച് നൽകുമ്പോൾ വീട് ആവശ്യമില്ലാത്ത ദുരന്തബാധിതരായ ആളുകൾക്ക് 15 ലക്ഷം രൂപ നൽകുമെന്നാണ് സർക്കാർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ലീഗ് നിർമ്മിക്കുന്ന വീടുകൾ ഏറ്റുവാങ്ങാൻ എത്തുന്നവർക്ക് സർക്കാർ നൽകുന്ന 15 ലക്ഷം രൂപയും ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ചായിരിക്കും ഒരു വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും CPI നേതാക്കളൊക്കെ അടക്കം പറയുന്നത് ഈ വീട് നൽകുന്നവരുടെ പട്ടിക ഉടൻ പുറത്ത് വിടണം എന്ന രീതിയിൽ തന്നെയാണ്. ആരൊക്കെയാണ് ഈ വീട് വാങ്ങുന്ന ആളുകൾ, ദുരന്തബാധിതരായ ആളുകൾ തന്നെയാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വേണമെന്നാണ് പറയുന്നത്. കാരണം ഇത് ലീഗ് സ്വന്തം നിലയ്ക്ക് സമാഹരിച്ച ഫണ്ടല്ല, വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ സമാഹരിച്ച പങ്കും ഈ ലീഗ് പ്രവർത്തകർ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ അതാണ് സാഹചര്യം. ഏതായാലും മുഖ്യമന്ത്രിക്ക് ചില സംശയങ്ങളുണ്ട് അനീഷ്, അത് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ലീഗിനെതിരെയാണ് സംശയങ്ങൾ. സ്വാഭാവികമായും ഇതിൻ്റെ പ്രതികരണം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും വേണം. കാരണം ദുരന്ത മേഖലയാണ്, അവിടെ സംശയങ്ങൾക്ക് അടിസ്ഥാനമുണ്ടാവരുത്. അത് ആ തരത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും വേണം. സർക്കാരുമായി സഹകരിക്കാതെ ലീഗ് ഒറ്റയ്ക്ക് നീങ്ങിയതിൻ്റെ നീരസമാണോ മുഖ്യമന്ത്രിക്കുള്ളത് എന്ന കാര്യവും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായ വിലയിരുത്തലുകൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇതിനിടെ CPM സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയുമായി ചേരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് പ്രധാന അജണ്ട. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ചുമതല സംബന്ധിച്ചും ചർച്ചകളുണ്ടാകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയായേക്കും. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, പ്രധാനപ്പെട്ട യോഗമാണ്, സെക്രട്ടറി അംഗങ്ങളുടെ ചുമതല നിശ്ചയിക്കണം. ഒപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട തീരുമാനമൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന യോഗമാണ് ഇന്ന് നാളെയുമായി ചേരുന്നത്. അതോടൊപ്പമായിരിക്കും മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക എന്നത് ഒരു വലിയ തരത്തിൽ, അതായത് ഒരുപാട് ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ എന്താണ് എന്ന കാര്യമടക്കം ഈ യോഗത്തിൽ ചർച്ചയായി മാറുമെന്നാണ് സൂചന. പ്രധാനമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച കൃത്യമായൊരു തീരുമാനത്തിലേക്ക് ഈ യോഗങ്ങളിൽ അംഗങ്ങൾ എത്തും എന്ന് തന്നെയാണ്, നേതൃത്വം എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം കഷ്ടിച്ചാണ് ബാക്കി നിൽക്കുന്നത്. അതിന് തൊട്ടു മുൻപ് നടക്കാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെമി ഫൈനലായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും. ഭരണപക്ഷം
കൃത്യമായി അത് സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം പറയുന്നില്ലെങ്കിലും പ്രതിപക്ഷം അത്തരത്തിലുള്ള പ്രചാരണമാണ് നടത്തുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലായി മാറും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഇതിനോടകം തന്നെ പ്രചാരണം തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കടുത്ത മത്സരം കാഴ്ചവെക്കുന്ന തരത്തിൽ ഉള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തണമെന്ന തീരുമാനത്തിൽ തന്നെയാണ് CPM കേന്ദ്രങ്ങളുള്ളത്. പ്രധാനമായി ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനുള്ളിൽ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഒരു പ്രകോപനം, ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി ആര്യാടൻ ഷൗക്കത്ത് ഇടത് പാളയത്തിലേക്ക് വരുന്നതിനുള്ള സാധ്യത അത് തന്നെയാണ് ഇടത് നേതൃത്വം ഇപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നതെന്ന് വേണം പറയാൻ. ആര്യാടൻ ഷൗക്കത്ത് പാർട്ടി വിടുകയില്ല, താൻ കോൺഗ്രസ്സുകാരനായി തന്നെ മരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ആര്യാടന് മുമ്പിലുള്ള വാതിൽ അടച്ചിട്ടില്ല ഇടതുപക്ഷം. കൃത്യമായി ആര്യാടൻ ഷൗക്കത്തിനെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഇടതുപക്ഷം ഇവിടെ നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോ അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ തന്നെ ഒരു യുവമുഖത്തെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കുമോ എന്നതൊക്കെയാണ് ഇനി അറിയാനുള്ള കാര്യങ്ങൾ. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും 2 ദിവസം ചേരുന്ന യോഗത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് വിവരം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. CPMന്റെ വളരെ പ്രധാനപ്പെട്ട യോഗം ഇന്ന് ചേരുമെന്നുള്ളതാണ്. നമുക്ക് മറ്റു വാർത്തകൾ അനവധിയുണ്ട്. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം. മറ്റൊരു വാർത്ത, നമ്മുടെ ആദരണീയനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. സെയിൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിലെത്തി ഇന്ത്യയുടെ അന്തിമോപചാരം അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാഷ്ട്രപതി കബറടക്ക ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അന്തരിച്ച പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനപ്രവാഹമായിരുന്നു. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ 4 കവാടങ്ങളാണ് വിശ്വാസികൾക്കായി തുറന്നുവച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് മണിക്കൂറുകൾ ക്യൂ നിന്ന് പാപ്പയെ അവസാനമായി കണ്ട് ആദരാഞ്ജലി അർപ്പിച്ചത്. ശനിയാഴ്ച റോമിലെ പ്രാദേശിക സമയം രാവിലെ 10-ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മുൻ പാപ്പമാരെ പോലെ വത്തിക്കാനിലല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് സംസ്കരിക്കുക. സൈപ്രസ്, ഈയം, ഓക്ക് എന്നിവ കൊണ്ട് നിർമ്മിച്ച 3 കൂട് കെട്ടിയ ശവപ്പെട്ടികളിലാണ് മുൻ മാർപ്പാപ്പമാരെ അടക്കം ചെയ്തിരുന്നത്. എന്നാൽ സിംഗിൾ പൊതിഞ്ഞ ലളിതമായ മരപ്പെട്ടിയിലാണ് ഫ്രാൻസിസ് പാപ്പയെ അടക്കം ചെയ്യുന്നത്. കർദിനാൾ കോളേജ് ഡീൻ കർദിനാൾ ജിയോവന്നി ആറ്റിസ്റ്ററി ആയിരിക്കും ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുക. ലോകമെമ്പാടും നിന്നുള്ള പുരോഹിതന്മാർ ചടങ്ങിൽ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്, ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഇറ്റലി പ്രസിഡന്റ് സെർജിയോ മാറ്ററല്ല തുടങ്ങി വിവിധ ലോകരാഷ്ട്ര തലവന്മാർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സ്മരണാഞ്ജലിയുമായി തലസ്ഥാനത്ത് പ്രത്യേക പ്രാർത്ഥനയും അനുസ്മരണ സംഗമവും. ലൂർദ് ഫെറോന ദേവാലയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. പാളയം സെയിന്റ് ജോസഫ്സ് കത്തീഡ്രൽ ദേവാലയത്തിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. ഫ്രാൻസിസ് പാപ്പയുടെ സ്മരണകൾ നിരമ്പിയ വേദിയിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്കും മതവ്യത്യാസങ്ങൾക്കും അതീതമായി ഏവരും പങ്കുവച്ചത് ലാളിത്യത്തിൻ്റെയും എളിമയുടെയും ഓർമ്മകൾ. ക്രിസ്തുവിൻ്റെ സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊണ്ട മഹാമനുഷ്യനാണ് ഫ്രാൻസിസ് പാപ്പയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. The departure to celebrate in a way the departure of a great soul. It has always been said that it is the celebration of the great souls when they depart from the earth.
ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗം ലോകത്തിന്റെ മുഴുവൻ നഷ്ടമെന്ന് മാർത്തോമാ സഭ ബിഷപ്പ് ഐസക് മാർ പീലക്സിനോസ്. ഒരു ജനകീയനായ പരമാധ്യക്ഷൻ എന്ന രീതിയിൽ കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല മറ്റ് സഭകൾക്കും സർവ മനുഷ്യർക്കും വളരെയധികം ആദരവും സന്തോഷവും വെളിപ്പെടുത്തിയതായ ഒരു ജീവിതമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തെ നാം കാണുന്നുണ്ട്. ചക്രവർത്തിയെ പോലെ അന്തസ്സും ദാസിനെ പോലെ വിനയവും ഉള്ള മഹാമനുഷ്യനായിരുന്നു ഫ്രാൻസിസ് പാപ്പയെന്ന് സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി. ഒരേ സമയം തന്നെ ഏറ്റവും അത്യുന്നതമായ സ്ഥാനത്തിരിക്കുകയും എന്നാൽ തൻ്റെ ലാളിത്യവും വിനയവും കൊണ്ട് ഏറ്റവും ചെറുതായി നമ്മളോടൊപ്പം സഹവസിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വം. അദ്ദേഹം വിശേഷങ്ങൾക്ക് അതീതനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തോടെ ലോകത്തിന്റെ ആത്മീയ നേതാവിനെയാണ് നഷ്ടമായതെന്നും വിവിധ സമൂഹങ്ങൾക്കിടയിലെ ആഗോള പാലമായിരുന്നു ഫ്രാൻസിസ് പാപ്പയെന്നും പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി. വലിയ നാവോടുകൂടി ഒരുപാട് പറയാൻ കഴിയുന്ന, പറയുക എന്നതിനപ്പുറത്ത് നമ്മളൊക്കെ വലിയൊരു പ്രചോദനമായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ച് നമുക്ക് അനുസ്മരിക്കേണ്ടത്. ഫ്രാൻസിസ് പാപ്പയെ അനുസ്മരിച്ചുകൊണ്ട് പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പ്രത്യേക ദിവ്യബലിയിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികനായി. ന്യൂസ് 18 തിരുവനന്തപുരം. US ചൈന പകരച്ചുങ്കപ്പോരിന് ഇളവ് വന്നേക്കുമെന്ന് സൂചന. US-ൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവയിൽ ചൈന ഇളവ് വരുത്തി. ലോകവിപണിയെ തന്നെ പിടിച്ചുലയ്ക്കുകയും സാമ്പത്തിക മാന്ദ്യ സാധ്യതകൾ പ്രവചിക്കുകയും ചെയ്ത US ചൈന പകരച്ചുങ്കപ്പോരിൽ ഇളവ് വന്നേക്കും. US ഇറക്കുമതിക്ക് ചൈന ഏർപ്പെടുത്തിയ 125% തീരുവയിൽ നിന്നും ചില ഉൽപ്പന്നങ്ങൾക്ക് ഇളവ് നൽകി. ചൈന ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ചൈനീസ് വ്യവസായികൾക്ക് ഇതു സംബന്ധിച്ച അറിയിപ്പ് നൽകി. ചുങ്കം കുറയ്ക്കേണ്ട ഉൽപ്പന്നങ്ങളുടെ പട്ടിക നൽകാനും സർക്കാർ വ്യവസായികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറക്കുമതി ചുങ്കം സംബന്ധിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തന്നോട് ടെലിഫോണിൽ സംസാരിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടൈം മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ചൈനയുടെ നീക്കം. എന്നാൽ ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ട്രംപ് തയ്യാറായില്ല. ചൈനയുമായുള്ള വ്യാപാര യുദ്ധം അമേരിക്കൻ വിപണിയെയും ബാധിച്ചതിനാൽ തുടക്കത്തിലെ കർക്കശം വിട്ട് അനുനയ ഭാഷയിലേക്ക് US മാറിയിട്ടുണ്ട്. ഇതിലാണ് വ്യവസായ ലോകത്തിന്റെ പ്രതീക്ഷ. എന്നാൽ വിട്ടുവീഴ്ചയ്ക്ക് US തയ്യാറായില്ലെങ്കിൽ വ്യാപാര യുദ്ധത്തിന് തയ്യാറാണെന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ പ്രതിമാസ യോഗത്തിന് ശേഷമുള്ള പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ നടപടി വൈകുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ എന്ത് നടപടി സ്വീകരിക്കുമെന്നതിൽ അവ്യക്തത തുടരുകയാണ്. IC റിപ്പോർട്ട് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി കൈമാറിയിട്ടില്ല. ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരവസരം കൂടി നൽകിയ ഫെഫ്കയുടെ നടപടിക്കെതിരെ ഫിലിം ചേംബറിലും നിർമ്മാതാക്കൾക്കിടയിലും വലിയ എതിർപ്പ് ഉയർന്നിരുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസിൽ അന്വേഷണം തുടരുകയാണ്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. നമുക്കറിയാം, നേരത്തെ രണ്ടാമത് ഒരു നടി കൂടി ഈ സൂത്രവാക്യം സിനിമയിൽ അഭിനയിച്ച രണ്ടാമത് ഒരു നടി കൂടി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ആരോപണമായി വന്നിരുന്നു. ഇതിനിടയിലാണ് ഫെഫ്കയൊക്കെ ഇടപെട്ട് ഈ വിഷയത്തിലൊരു കോംപ്രമൈസിനൊക്കെ തയ്യാറാവുകയും ഒക്കെ ചെയ്തത്. പ്രൊഡ്യൂസേഴ്സ് ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നിരിക്കുന്നു. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ICയുടെ റിപ്പോർട്ടിന് കാത്തിരിക്കുകയാണോ സിനിമാ സംഘടനകൾ? തെളിവെടുപ്പ് ഏതാണ്ട് പൂർത്തിയായി എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലും IC ഇന്റർണൽ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടോ? രഞ്ജിത്ത്, സത്യത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു മെല്ലെപ്പോക്ക സിനിമാ സംഘടനകൾക്കുണ്ട് എന്ന് തന്നെ നമ്മൾക്ക് കണക്ക് കൂട്ടേണ്ടി വരും. കാരണം ഒരു ശക്തമായ നടപടിയിലേക്ക് തുടക്കത്തിൽ കാണിച്ച ആ ഒരു വേഗത, അല്ലെങ്കിൽ ആ തുടക്കത്തിൽ അവർ പ്രകടിപ്പിച്ചു എന്ന് കരുതുന്ന ഒരു ജാഗ്രത പിന്നീട് അങ്ങോട്ടുണ്ടായോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം തന്നെയുണ്ട്. കാരണം പോലീസ് ഇതിലേക്ക് നടപടികളുമായിട്ട് വന്നു. ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ഇറങ്ങിയ സാഹചര്യം വിളിച്ച് അന്വേഷിക്കുകയും അതിൽ FIR രജിസ്റ്റർ ചെയ്യുകയും അടക്കമുള്ള
ആ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ വരികയും ചെയ്തു. പക്ഷേ ആ ഒരു വേഗതയിലേക്ക് പിന്നീട് സിനിമാ സംഘടനകൾ എത്തിയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ അമ്മ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞു താരസംഘടന. അവരൊരു 3 അംഗ സമിതി അടക്കം ചുമതലപ്പെടുത്തുകയും അതിൽ ചില കാര്യങ്ങൾ അന്വേഷിക്കുമെന്നെല്ലാം തന്നെ പറഞ്ഞു. ഒപ്പം ഈ ഫെഫ്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം അത് കുറച്ചുകൂടി ഈ ഷൈനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. കാരണം ഷൈനൊരു അവസരം കൂടി നൽകണമെന്ന രീതിയിലെല്ലാം തന്നെ പറഞ്ഞത് സിനിമാ സംഘടനയ്ക്കകത്ത്, പ്രത്യേകിച്ച് ഫിലിം ചേംബറിനകത്ത് ചില രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഫെഫ്കയ്ക്ക് അതിനുള്ള എന്ത് അധികാരമുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ, ഇന്റേണിംഗ് കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ ഒരു സിനിമാസിൽ, അതെല്ലാം പിന്നെ എന്ത് സംവിധാനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയും ചെയ്തു. പക്ഷേ എന്തായാലും ഈ കാര്യങ്ങളിലുള്ള റിപ്പോർട്ട് അത്തരം കാര്യങ്ങളിൽ എന്താണ് നടപടി എന്നതടക്കം ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്നതാണ്. അവർ പിന്നീട് യോഗം ചേരും എന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നത് നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ ഇതുവരെയും സിനിമാ മേഖലയിൽ നിന്ന്, സിനിമാ സംഘടനകളിൽ നിന്ന് എന്താണ് തങ്ങൾ സ്വീകരിക്കുന്ന നടപടി, ഈ രീതിയിൽ എന്ത് നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തതയിലേക്ക് ഇപ്പോഴും തന്നെ വന്നിട്ടില്ല. ഔദ്യോഗികമായ ഒരു തീരുമാനമോ കാര്യങ്ങളോ ഒന്നും ഇക്കാര്യത്തിൽ വന്നിട്ടില്ല എന്നതാണ്. അങ്ങനെ ഒരു മെല്ലെപ്പോക്ക് സിനിമാ സംഘടനകളിലുണ്ട്. അത് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും രീതിയിലൊരു ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ ഒരു ഏകീകൃതമല്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മയപ്പെടുത്തൽ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ശ്രമിക്കുന്നുണ്ടോ എന്നതെല്ലാം തന്നെയാണ് അറിയേണ്ടത്. എന്തായാലും വലിയ ഒരു നീക്കത്തിലേക്ക് പോയിട്ടില്ല. പോലീസാകട്ടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഒപ്പം ഇനി വരാനുള്ളത് ഈ ആൻറ്റി ഡോപ്പിംഗ് ടെസ്റ്റിൻ്റെ അടക്കമുള്ള ഫലം വരാനുണ്ട്, രാസപരിശോധനാ ഫലങ്ങളടക്കം വരാനുണ്ട്. അപ്പോൾ കൂടുതൽ കടുത്ത നടപടികൾ ഒരുപക്ഷെ ആ മേഖലയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഒപ്പം ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈനെ അടക്കം ചോദ്യം ചെയ്യാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ ഹാജരാകാനുള്ള നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോഴും സിനിമാ സംഘടനകൾ കൃത്യമായ രീതിയിലേക്ക് ഒരു നടപടി എന്ന രീതിയിലേക്ക് ഇതുവരെയും നീങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ്. രഞ്ജിത്ത്, ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. തലവടിയിൽ ആൾക്കൂട്ടത്തിലേക്ക് കാർ ഇടിച്ചു കയറി 3 പേർക്ക് പരിക്ക്. എടത്തുവ സെയിന്റ് ജോർജ് ഫൊറോന പള്ളി തിരുനാളോടനുബന്ധിച്ച് വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ തിരുസ്വരൂപം സ്വീകരിക്കാനായി നിന്ന വിശ്വാസികൾക്കിടയിലേക്കാണ് നിയന്ത്രണമിട്ട കാർ ഇടിച്ചു കയറിയത്. ഇന്നലെ രാത്രി 9:30 സംഭവം. ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 3 സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. അയ്യന്തോൾ ഗ്രൗണ്ടിനടുത്തുള്ള വീടിന് സമീപമാണ് പൊട്ടിത്തെറിയുണ്ടായത്. തനിക്ക് നേരെയുണ്ടായ ആക്രമണമാണെന്നും സംഭവത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അപ്പോൾ വളരെ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഞാൻ മാത്രമല്ല, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ ഓപ്പോസിറ്റിൽ താമസിക്കുന്ന 2 വീട്ടുകാരും പുറത്തിറങ്ങി. അത്രയും വലിയ ശബ്ദത്തിലാണ് അത് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് തീർച്ചയായിട്ടും പോലീസ് സംഭവ സ്ഥലത്തെത്തി. എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും വന്നു. അപ്പോൾ ഇവരും പോലീസുമായിട്ട് സംസാരിച്ചു. ജില്ലയുടെ അധ്യക്ഷനുണ്ട്, വിവിധ ചുമതലയിൽ പ്രവർത്തിക്കുന്ന ഭാരവാഹികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് അധികാരികളുമായിട്ട് അവരെല്ലാവരും സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ കൃത്യം നിർവഹിച്ച ആളുകളെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്തണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എന്താണ് സംഭവിച്ചത്? ഈ ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിലേക്ക് സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. സംഭവ സമയത്ത് ശോഭാ സുരേന്ദ്രനും കുടുംബവും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തെങ്കിലും പോലീസ് കൈമാറുന്നുണ്ടോ ഡാനി? പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം തുടരുകയാണ്. തൃശ്ശൂർ സിറ്റി കമ്മീഷണർ തന്നെ ഈ വിഷയത്തിലേക്ക് വരികയും ഇന്നലെ രാത്രി തന്നെ അന്വേഷണം ആരംഭിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:45 ഈ സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടതെന്നാണ് ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്നത്. തൻ അടുക്കളയിലായിരുന്നു, വീടിന് മുൻവശത്തെന്തോ പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദം കേട്ടു, ഉഗ്രസ്ഫോടനമായിരുന്നു എന്ന് അവർ പറയുന്നു. അങ്ങനെ പുറത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ സമീപത്തുള്ള വീടുകളിൽ നിന്നുള്ളവരും പുറത്തേക്ക് വന്നു. എന്താണെന്ന് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് നേർക്ക് എതിരെയല്ല, അതിന് മുൻവശത്തുള്ള നേരെ എതിരെയുള്ള വീടിൻ്റെ മുൻവശത്തെ പുറത്തുള്ള സ്ലാബിലാണ് ഇത് പൊട്ടിത്തെറി ഉണ്ടായത്. അത് ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്നത് തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് എന്നാണ്
ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. കാരണം തൻ്റെ വീടിൻ്റെ എതിർവശത്തുള്ളവരുടെ വീടിനും വെള്ള നിറത്തിലുള്ള കാറുണ്ട്. തൻ്റെ വീട്ടിലെ കാറ് പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ അടയാളം പറഞ്ഞു കൊടുത്തവർ വെള്ള കാറുള്ള വീട് എന്നായിരിക്കാം പറഞ്ഞു കൊടുത്തത്. അത് കണ്ട് അവിടേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതാവാം എന്നത് തെറ്റിദ്ധാരണയോടുകൂടി എറിഞ്ഞതാവാം. ഇത് തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് എന്ന രീതിയിലാണ് ശോഭാ സുരേന്ദ്രൻ്റെ നിഗമനമെല്ലാം. എന്തായാലും പോലീസ് ഇക്കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സംഭവ സമയത്ത് ഒരു ബൈക്കിൽ കടന്നു പോയവരെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് പ്രധാനമായും നടത്തുന്നത്. ദൂരെ മാറി ഒരു കാറ് കിടപ്പുണ്ടായിരുന്നുവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇതിലൊരു വ്യക്തത വരുത്താനും ഈ ആരാണ് ആ സമയത്ത് ഇവിടേക്ക് എത്തിയത്, എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തുകയുമാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും തൃശ്ശൂരിലെ BJP നേതാക്കളുടെ വീടുകൾക്ക് സംരക്ഷണം നൽകാനുള്ള ഒരു നിർദ്ദേശം നടപടിയുമെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ പറയുന്ന മറ്റൊരു കാര്യം, എതിർവശത്തുള്ള വീട്ടുകാർ അവരൊരു പൊതുപ്രവർത്തകരോ മറ്റേതെങ്കിലും രീതിയിൽ ഇടപെടുന്നവരോ ആരും തന്നെയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് തൻ്റെ നേർക്കുണ്ടായ ഒരു ആക്രമണമായി മറ്റും കരുതുന്നത് എന്നതാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാലും ഈ വിഷയത്തിൽ പോലീസ് കുറെ ജാഗ്രതമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. വൈകാതെ ഈ പ്രതികളിലേക്ക് അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം ചെയ്ത സ്ഫോടകവസ്തു എറിഞ്ഞവരിലേക്ക് അടക്കം അന്വേഷണം എത്തും. അവരെ കണ്ടെത്താൻ കഴിയും എന്നതാണ് പോലീസിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന സൂചന. രഞ്ജിത്ത്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. തൊടുപുഴ തൊമ്മൻകുത്തിൽ കുരിശു പൊളിച്ചത് വനഭൂമിയിൽ നിന്നാണെന്ന വനംവകുപ്പിന്റെ വാദം തെറ്റെന്ന് കോൺഗ്രസ്. മേഖലയിൽ സംയുക്ത പരിശോധന നടത്തിയിട്ടില്ലെന്ന വിവരാവകാശ രേഖകളും കോൺഗ്രസ് പുറത്തുവിട്ടു. ജില്ലയിൽ വനഭൂമി വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. തൊടുപുഴ തൊമ്മൻകുത്ത് സെയിന്റ് തോമസ് ഇടവക വിശ്വാസികൾ നാരങ്ങാനത്ത് സ്ഥാപിച്ച കുരിശ് സംരക്ഷിത വനമേഖലയിലാണെന്ന് ആരോപിച്ചാണ് വനംവകുപ്പ് കുരിശ് പൊളിച്ചുമാറ്റിയത്. 2016 ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ നാരങ്ങാനത്ത് സംയുക്ത പരിശോധന നടന്നിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ മാസം മുതൽ മേഖലയിൽ റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടക്കാനിരിക്കെയാണ് കുരിശു പൊളിച്ച് വനം വകുപ്പ് ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചത്. വനം വകുപ്പ് തിടുക്കത്തിൽ അവകാശവാദം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന നടപടി ദുരൂഹമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഈ 2020 ജോയിന്റ് വെരിഫിക്കേഷൻ ലിസ്റ്റ് ഉൾപ്പെടാത്തതും എന്നാൽ ആളുകളുടെ കൈവശമുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി റവന്യൂ വകുപ്പ് ഒരു ഉത്തരവാക്കിയിട്ടുണ്ട്. 2020 നമ്പറായിട്ട് ഉത്തരവാക്കിയിട്ടുണ്ട്. ആ ഉത്തരവിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു, വനംവകുപ്പിന് ആവശ്യമുള്ള സ്ഥലം ജണ്ട കെടുത്തിരിച്ചിട്ടുണ്ട് എന്നും ജണ്ടയ്ക്ക് പോത്തുള്ള സ്ഥലത്തിന് പട്ടയം കൊടുക്കുന്ന കാര്യത്തിൽ വനംവകുപ്പിന് തർക്കമില്ല എന്നും ആ റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവ് കൃത്യമായി പറയുക. അപ്പോൾ ഇവിടെ കുരിശ് സ്ഥാപിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ജണ്ടയ്ക്ക് പോത്തുള്ള സ്ഥലമാണ്. അപ്പോൾ 2020 റവന്യൂ വകുപ്പിൻ്റെ ഉത്തരപ്രകാരം ആ സ്ഥലം വനംവകുപ്പിന് അവകാശപ്പെട്ടതല്ല. കുരിശു പൊളിച്ച നടപടി സാധൂകരിച്ച് റവന്യൂ വകുപ്പും വനഭൂമി എന്ന റിപ്പോർട്ട് നൽകിയിരുന്നു. റിപ്പോർട്ട് നൽകിയ വില്ലേജ് ഓഫീസർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. കാളിയാർ റേഞ്ചിൽ വരുന്ന റിസർവ് മേഖലയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനം വകുപ്പ് കുരിശ് നീക്കം ചെയ്തത്. 1902 സർക്കാർ വിജ്ഞാപന പ്രകാരമുള്ള തൊടുപുഴ റിസർവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വനം വകുപ്പ് നീക്കത്തെ നിയമപരമായി നേരിടാനുള്ള ഒരുക്കത്തിലാണ് തൊമ്മൻകുത്തിലെ വിശ്വാസികൾ. ഇതിന് നിയമപരമായ പരിരക്ഷ നൽകുമെന്ന് കോൺഗ്രസും വാദിക്കുന്നു. ന്യൂസ് 18 തൊടുപുഴ. ഇനി രാവിലെയിലെ സ്പെഷ്യൽ സെഗ്മെന്റാണ് സ്പെഷ്യൽ ഡേ. പ്രേക്ഷകരുടെ വിശേഷ ദിവസങ്ങൾ ന്യൂസ് 18-നൊപ്പം. അമേരിക്കയിൽ ഫ്ലോറിയിൽ താമസിക്കുന്ന കണ്ടച്ചാം കുന്നേൽ പൊന്നച്ചൻ എന്ന് വിളിക്കുന്ന തോംസൺ ചുമ്മാറിന്റെ 63-ാം ജന്മദിനവും ഭാര്യ സുജ തോംസണിന്റെ 61-ാം ജന്മദിനവുമാണ് മറ്റന്നാൾ. മുൻകൂറായി ഇവർക്കുള്ള ആശംസകൾ നേരുകയാണ് റാന്നിയിൽ നിന്ന് സഹോദരൻ രാജു അമ്മോൻ ചിറ്റേട്ട്. ന്യൂസ് 18-ന്റെയും നേരത്തെയുള്ള ആശംസകൾ നേരുന്നു. തൃശൂർ ചൂരക്കാട്ടുകര TM സ്വദേശിയായ പ്ലാക്കൽ വാസു എഴുത്തച്ഛൻ്റെ മകൻ ഗോവിന്ദൻ്റെ 80-ാം ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിക്കുകയാണ് ഭാര്യ തങ്കമ്മ, മക്കളായ സൗദാമിനി, കൃഷ്ണകുമാർ, സജീവ് കുമാർ, മരുമക്കളായ ശശി കുമുള്ളി, സന്ധ്യ, നിഷ, പേരക്കുട്ടികളായ ജയശ്രീ, ജയകൃഷ്ണൻ, അനശ്വര, അനാമിക, ഹരിശ്രീ, ഗോവിന്ദ്, വൈഗ എന്നിവരും അപ്പൂപ്പന് ആശംസകൾ നേരുന്നു. തിരുവനന്തപുരം ഗാന്ധിപുരം സ്വദേശി ദീപുവിൻ്റെ ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിക്കുകയാണ് സുഹൃത്ത് അരുൺ. തിരുവനന്തപുരം കാഞ്ഞിരംകുളം സ്വദേശി സുജാതയുടെ പിറന്നാളാണ് ഇന്ന്. ഞങ്ങളുടെ സഹപ്രവർത്തകൻ അർജുൻ നായരുടെ അമ്മയാണ്. അമ്മയ്ക്ക് എല്ലാ പിറന്നാൾ ആശംസകളും നേരുന്നു.
കിഫ്ബി പദ്ധതി സംസ്ഥാനത്തിന്റെ മുഖഛായ മാറ്റിയെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. പൊതുസമൂഹത്തിന് ഏറെ ഗുണം ചെയ്ത പദ്ധതികൾ കിഫ്ബിയിലൂടെ ആവിഷ്കരിക്കാനായെന്നും ഇടതുമുന്നണി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ രാജ്യത്തിന് മാതൃകയായ നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പദ്ധതികളിൽ നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും പണം കണ്ടെത്തിയത് കിഫ്ബിയിലൂടെയാണ്. കിഫ്ബി പദ്ധതി സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പദ്ധതികൾ പൊതുസമൂഹത്തിനേറെ ഗുണം ചെയ്തു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൽ വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും വ്യവസായ മേഖലയായാലും പ്രത്യേകിച്ച് കായിക മേഖല ആയാലുമൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുക ആ ഒരു കുതിപ്പാണ്. കായിക മേഖലയിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പുതിയ പദ്ധതികൾ രൂപീകരിക്കുകയും പുതിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മിക്ക സ്റ്റേഡിയങ്ങളിലും പണി പൂർത്തീകരണത്തിലാണ്, ആ ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. നിയോജക മണ്ഡലങ്ങളിൽ MLA-മാർ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള ധാരാളം പദ്ധതികൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്, പലതും പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കായിക മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകാൻ കിഫ്ബിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയാണ് സത്യത്തിൽ ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. 1200-ഓളം കോടി രൂപയുടെ പദ്ധതികൾ നമുക്ക് വേണ്ടി അനുവദിച്ചു. അതിൽ 500-ഓളം കോടിയുടെ പദ്ധതികൾ ഇപ്പോൾ നമ്മൾ പൂർത്തീകരണത്തിൻ്റെ വക്കിലാണ്. ഇതെല്ലാം തന്നെ നൽകുന്നത് പൊതുവികസന രംഗത്ത് കിഫ്ബിയുടെ സംഭാവനയാണ്. ഇത് ഭാവി കേരളത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നായി ഇന്ന് മാറിയിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് നൽകാവുന്ന ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ കിഫ്ബി പദ്ധതിയിലൂടെ നടന്നിട്ടുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായി പറയാം. ഇനി IPL വാർത്തകൾ. IPL ഏറ്റവും ഫേവറേറ്റ് ടീമുകളൊന്നായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവസാന സ്ഥാനക്കാരായി IPL-ന് പുറത്തായ വാർത്ത. ഇന്നലെ ഹൈദരാബാദുമായി ഉള്ള കളി പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പുറത്തായത് ചെന്നൈ. IPL ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്ന് പഞ്ചാബ് കിങ്സിനെ നേരിടും. ഇരു ടീമിനും വിജയം അനിവാര്യമാണ്. ജയിക്കാനായാൽ പോയിന്റ് പട്ടികയിൽ പഞ്ചാബിന് വീണ്ടും ആദ്യ 4 സ്ഥാനങ്ങളിൽ തിരിച്ചെത്താം. ഈ സീസണിൽ ഇരുവരും നേർക്കുനേർ വന്നപ്പോൾ പഞ്ചാബിനായിരുന്നു ജയം. ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30-ക്കാണ് മത്സരം. 18ാം സീസൺ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ അവസാനിച്ചു. അതായത് പുറത്തായി ചെന്നൈ. സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് 5 വിക്കറ്റിനാണ് ഇന്നലെ പരാജയപ്പെട്ടത്. തുച്ഛമായ 6 റൺസ് മാത്രമാണ് ഇന്നലെ MS ധോണിക്ക് നേരിടാനായത് എന്ന സങ്കടകരമായ കാര്യമുണ്ട്. പശ്ചിമഘട്ട മലനിരയിൽ വരയാടുകളുടെ സെൻസസിന് തുടക്കം. കേരളവും തമിഴ്നാടും സംയുക്തമായാണ് കണക്കെടുപ്പ് നടത്തുന്നത്. 4 ദിവസം കൊണ്ട് സെൻസസ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. വരയാടുകളുടെ പ്രധാന ആവാസ മേഖലയാണ് ഇരവികുളം ദേശീയ ഉദ്യാനം. ഇവിടെ ഉൾപ്പെടെ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള വരയാടുകളുടെ മുഴുവൻ ആവാസ മേഖലകളിലുമാണ് കണക്കെടുപ്പ്.
ഒരേ സമയം സെൻസസ് പൂർത്തിയാക്കാനുമാണ് ലക്ഷ്യം. ഇവയുടെ എണ്ണം തിട്ടപ്പെടുത്തുക വഴി വരയാടുകളുടെ സുരക്ഷയും നിലനിൽപ്പും മെച്ചപ്പെട്ട പരിപാലനത്തിലൂടെ ഉറപ്പാക്കാനാകും. ഉയരം കൂടിയ പർവ്വത മേഖലകളിലെ സുസ്ഥിരവും ആരോഗ്യകരവുമായ ആവാസ വ്യവസ്ഥയുടെ അടയാളമാണ് വംശനാശം നേരിടുന്ന വരയാടുകൾ എന്നതിനാൽ അവയുടെ ശാസ്ത്രീയമായ കണക്കെടുപ്പും സംരക്ഷണവും കേരളത്തിൻ്റെ സവിശേഷമായ കാലാവസ്ഥയുടെയും പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളുടെയും പരിസ്ഥിതി സന്തുലനത്തിന്റെയും സംരക്ഷണം കൂടിയാണ്. കേരളത്തിൽ 89 സെൻസസ് ബ്ലോക്കുകളും തമിഴ്നാട്ടിൽ 176 സെൻസസ് ബ്ലോക്കുകളുമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വന്യജീവി കണക്കെടുപ്പ് പ്രാവീണ്യമുള്ള വോളണ്ടിയർമാരും ഉൾപ്പെടെ 1300ഓളം പേരാണ് സെൻസസ് ടീമിലുള്ളത്. ഇവരെ വിവിധ ടീമുകളായി തിരിച്ച് വിവിധ ബ്ലോക്കുകളിൽ ക്യാമ്പ് ചെയ്താണ് കണക്കെടുപ്പ് നടത്തുന്നത്. ക്യാമറ ട്രാപ്പുകളും സെൻസസിനായി ഉപയോഗിക്കും. ലോകത്ത് 2000 താഴെ ഉള്ളൂ. അതിൽ തന്നെ നല്ലൊരു പോപ്പുലേഷൻ നമുക്ക് കേരളത്തിലുണ്ട്. അപ്പോൾ ഇരവികുളത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തും ചെറിയ ചെറിയ കൂട്ടങ്ങളുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത് 2015-16 കാലഘട്ടത്തിൽ ഒരു ശ്രമം നടത്തിയതാണ്. അപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇതിൻ്റെ ആവാസ വ്യവസ്ഥയുടെ അവസ്ഥ, എവിടെയാണ് കാണപ്പെടുന്നത്, എന്തൊക്കെയുണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്നൊന്ന് കണ്ടുപിടിക്കുക. കാരണം നമ്മുടെ മാറി വരുന്ന സാഹചര്യങ്ങളുടെ, കാലാവസ്ഥയുടെ ഒക്കെ ഒരു സൂചകങ്ങൾ കൂടിയാണ് ഈ സ്പീഷീസ്. പശ്ചിമഘട്ടത്തിന് പുറമെ ഹിമാലയത്തിലും അറേബ്യൻ മേഖലയിലുമാണ് നീലഗിരി താർ എന്ന വരയാടുകൾ കാണപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ഇവ ഏറ്റവും അധികം കാണപ്പെടുന്ന മേഖലയാണ് മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്ക്. ന്യൂസ് 18 ഇടുക്കി. ഇനി പോലീസ് പട്രോൾ കാണാം. നമസ്കാരം.